നമസ്കാരം, എല്ലാവർക്കും സ്പിയർ മാത്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ASMൻ്റെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് മാത്സിൻ്റെ ഒരു റിവിഷൻ ക്ലാസ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതിലെ പാർട്ട് 1ലെ ആദ്യത്തെ വീഡിയോ നമ്മൾ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് പാർട്ട് 2 ആണ്. ആ ASMൻ്റെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട മാത്സിൻ്റെ റിവിഷനകത്തെ പാർട്ട് 2ൽ നമ്മൾ ഇന്ന് ചെയ്യുന്ന ടോപ്പിക്സ് ഇത്രയും ടോപ്പിക്സ് ആണ്. ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് 2-3 ചോദ്യങ്ങൾ, അതിന് മുകളിൽ നമ്മൾ ചെയ്യില്ല. 2-3 ക്വസ്റ്റ്യൻസ് ഓരോ ടോപ്പിക്കിനകത്തെയും പ്രധാനപ്പെട്ട 2-3 ടൈപ്സിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ആദ്യത്തെ ടോപ്പിക്ക് ഡയറക്ഷൻ, പിന്നെ സമാന്തര ശ്രേണി, ദശാംശ സംഖ്യ, ജോലിയും സമയവും, വർക്ക് ആൻഡ് ടൈം, രക്തബന്ധം, ബ്ലഡ് റിലേഷൻ, ശരാശരി, ആവറേജ്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, ശ്രേണികൾ, സീരീസ്, ഇത്രയും ടോപ്പിക്കാണ്. ഈ 8 ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യമാണ്, പക്ഷേ ASMൻ്റെ റിവിഷനകത്ത് 21ാമത്തെ ചോദ്യമാണ്. 20 ചോദ്യങ്ങൾ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കാണാത്തവർ അത് കാണുക, അത് കണ്ടിട്ട് ഈ വീഡിയോസിലേക്ക് വരിക. ഓക്കെ, അന്നേരം അടുത്ത ചോദ്യം, 21ാമത്തെ ചോദ്യം. ഒരാൾ A എന്ന സ്ഥലത്ത് നിന്നും കിഴക്കോട്ട് 5 കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് അവിടെ നിന്ന് വടക്കോട്ട് 3 കിലോമീറ്റർ സഞ്ചരിച്ചു. പിന്നീട് പടിഞ്ഞാറോട്ട് 1 കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് B എന്ന സ്ഥലത്തെത്തി എങ്കിൽ എയിൽ നിന്നും ബിയിലേക്കുള്ള കുറഞ്ഞ അകലം എത്ര? അല്ലേ? ഓക്കെ, നമുക്ക് ചെയ്യാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഡയറക്ഷൻ്റെ ചോദ്യമാണ്. ഡയറക്ഷൻ്റെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഡയറക്ഷനൊക്കെ അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ് ഡയറക്ഷൻ? താപ്പോട്ടാകുമ്പോൾ അത് തെക്കാണ്, അല്ലേ? മുകളിലോട്ടാകുമ്പോൾ അത് വടക്കും, വലത്തോട്ടാകുമ്പോൾ അത് കിഴക്കും, ഇടത്തോട്ടാകുമ്പോൾ അത് പടിഞ്ഞാറോട്ടെന്ന് പറയണം. ഇത് സൗത്ത്, ഇത് നോർത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. ഓക്കെ, ഡയറക്ഷനൊക്കെ അറിയണം. ഒരാൾ A എന്ന സ്ഥലത്ത് നിന്നും കിഴക്കോട്ട് 5 കിലോമീറ്റർ സഞ്ചരിച്ചു എന്നാൽ നമുക്ക് ഈ പറയുന്ന പോലെ ഈ പടം ഒന്ന് വരയ്ക്കാം. ഇങ്ങനെ എല്ലാവരും നോക്കുക. A എന്ന സ്ഥലത്ത് നിന്നും നമുക്ക് A എന്ന സ്ഥലം വരയ്ക്കാം. ഇതാണ് A എന്ന സ്ഥലം. A എന്ന സ്ഥലത്ത് നിന്ന് വരച്ചു. A എന്ന സ്ഥലത്ത് നിന്ന് എങ്ങോട്ടാണ് പോയത്? കിഴക്കോട്ട് 5 കിലോമീറ്റർ. കിഴക്കെന്ന് പറഞ്ഞാൽ വലത്തോട്ട്. ഓക്കെ, അന്നേരം A എന്ന് പറഞ്ഞ ഈ സ്ഥലം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചാൽ, ഇതാണ് നമ്മുടെ A എന്ന് പറഞ്ഞ സ്ഥലം. മാർക്ക് ചെയ്ത് വെച്ചാൽ കിഴക്കോട്ട് 5 കിലോമീറ്റർ പോകണം. അന്നേരം ഇങ്ങോട്ട് കിഴക്കോട്ട് എത്ര കിലോമീറ്ററാണ് പോയത്? 5 കിലോമീറ്റർ, അല്ലേ? അത് മാർക്ക് ചെയ്യാം. കിഴക്കോട്ട് പോയത് 5 കിലോമീറ്റർ. ശരി, സഞ്ചരിച്ചിട്ട് അവിടെ നിന്നും വടക്കോട്ടെന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് പോകണ്ടേ? മുകളിലോട്ടാണ് വടക്കോട്ട് മുകളിലോട്ട് പോകേണ്ടത് 3 കിലോമീറ്ററാണ്. അന്നേരം 3 കിലോമീറ്റർ വടക്കോട്ട് വരയ്ക്കണം. മേളിലോട്ട് വരയ്ക്കേണ്ട 3 കിലോമീറ്റർ ആണ്. അതിലൊരു ധാരണ വേണം. കാരണം നമ്മൾ ഇപ്പോൾ വരച്ചത് 5 കിലോമീറ്റർ ആണ്. ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്ന 3 കിലോമീറ്റർ ആകുമ്പം അത് 5-നെക്കാട്ടി കുറവായിരിക്കണം. ശരിയല്ലേ? 5ൻ്റെ അത്രയും വരച്ച് അറിയരുത്. ഇത് 5 കിലോമീറ്റർ ആണ്. 3 കിലോമീറ്റർ വരയ്ക്കുമ്പം ഒരിത്തിരി ചെറുതായിട്ട് വരയ്ക്കണം. 5 കിലോമീറ്റർ ഇത്രയാണെങ്കിൽ 3 കിലോമീറ്റർ ഏകദേശം ഇത്രയൊക്കെ മതി. അതങ്ങ് വരച്ചു. ഓക്കെ, അന്നേരം വടക്കോട്ട് 3 കിലോമീറ്റർ സഞ്ചരിച്ചു. പിന്നീട് പടിഞ്ഞാറേക്ക് 1 കിലോമീറ്റർ സഞ്ചരിച്ചു. ഓക്കെ, പടിഞ്ഞാറേക്ക് 1 കിലോമീറ്റർ ആകുമ്പോൾ പടിഞ്ഞാറാകുമ്പോൾ ഇടത്തോട്ട് എത്ര പോയേ? 1 കിലോമീറ്റർ. പടിഞ്ഞാറോട്ട് 1 കിലോമീറ്റർ വരയ്ക്കുമ്പോൾ ഇച്ചിരി പോയാൽ മതി, അല്ലേ? പടിഞ്ഞാറോട്ടാകുമ്പോൾ ഇങ്ങോട്ടല്ലേ? ഇടത്തോട്ടല്ലേ? ഇടത്തോട്ട്. പടിഞ്ഞാറോട്ടാകുമ്പോൾ ഇടത്തോട്ട് എത്ര കിലോമീറ്റർ പോയേ? 1 കിലോമീറ്റർ പോയി. 1 കിലോമീറ്ററേ പോയുള്ളൂ. 1 കിലോമീറ്റർ ആകുമ്പോൾ ചെറിയൊരളവ് വരച്ചാൽ മതി. 1 കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് B എന്ന സ്ഥലത്തെത്തി. ഓക്കെ, അന്നേരം പടിഞ്ഞാറോട്ട് 1 കിലോമീറ്റർ സഞ്ചരിക്കുമ്പം ഏത് സ്ഥലത്ത് വരും? B എന്ന സ്ഥലത്തെത്തി. എന്നാൽ എന്താ ചോദ്യം? എയിൽ നിന്നും ബിയിലേക്കുള്ള കുറഞ്ഞ അകലം എത്ര എന്ന് ചോദിച്ചാൽ, ഇതാണ് A, ഇതാണ് B. എയിൽ നിന്നും ബിയിലേക്കുള്ള കുറഞ്ഞ അകലം എന്ന് ചോദിച്ചാൽ ഈ അകലമാണ് കണ്ടുപിടിക്കേണ്ടത്. ശരിയല്ലേ? ഓക്കെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കണ്ടുപിടിക്കേണ്ടത് ഈ അളവാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ അളവ് ഇതാണ് ഫസ്റ്റ് പോയിന്റ്, ഇതാണ് ലാസ്റ്റ് പോയിന്റ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഡയറക്ഷനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്ന് ഇതാണ്. ഇങ്ങനെയുള്ള വരകൾ കിട്ടുമ്പോൾ, അതായത് ചരിഞ്ഞ വരയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ സ്ലോപ്പ് അല്ലേ കണ്ടുപിടിക്കേണ്ടേ? ചരിഞ്ഞ വര സ്ലോപ്പാണ് കണ്ടുപിടിക്കേണ്ടത്. സ്ലോപ്പാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ സ്ലോപ്പ് സൈഡായിട്ട് വരുന്ന ഒരു ട്രയാങ്കിൾ മേക്ക് ചെയ്യണം. ഈ സ്ലോപ്പ് സൈഡായിട്ട് വരുന്ന ഒരു ട്രയാങ്കിൾ മേക്ക് ചെയ്യുന്ന വെച്ചാൽ, ട്രയാങ്കിളിന് 3 പോയിന്റ് ഉണ്ടെന്ന് നമുക്കറിയാം. ആ 3 പോയിന്റിനകത്തെ 1 പോയിന്റ് ലാസ്റ്റ് പോയിന്റും 1 പോയിന്റ് ഫസ്റ്റ് പോയിന്റും ആയിരിക്കും. എന്നാൽ 3ാമത്തെ പോയിന്റ് എവിടെ കൊടുത്താൽ ട്രയാങ്കിൾ കിട്ടും? വെറുതെ ഒരു ട്രയാങ്കിൾ കിട്ടിയാൽ പോരാ, അതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കണം. മട്ടത്രികോണം കിട്ടണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കണം. 3ാമത്തെ പോയിന്റ് താണ്ടെ ഇവിടെ വരയ്ക്കണം. ഇങ്ങനെ വരച്ചാൽ നമുക്ക് ഇതുപോലെ ഒരു ത്രികോണം മേക്ക് ചെയ്യാൻ പറ്റും. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്
സ്ലോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു ത്രികോണം മേക്ക് ചെയ്യണം. ത്രികോണം മേക്ക് ചെയ്തല്ലോ, ഇതുപോലെ മേക്ക് ചെയ്യണം. അങ്ങനെ മേക്ക് ചെയ്തിട്ട് ഈ ത്രികോണത്തിനകത്ത് ഈ സൈഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ സൈഡ് എത്ര, ഈ സൈഡ് എത്ര എന്ന് പറയണം. ആ രണ്ട് സൈഡും പറയണം. അതിന് പടം നോക്കി നമുക്ക് പറയാൻ പറ്റും. എങ്ങനെ പറയും? ഇത് 3 ആണെങ്കിൽ നമ്മൾ പറയും ഇത് 3 ആണെങ്കിൽ ഇത് എത്ര തന്നെയായിരിക്കും? 3 ആയിരിക്കും. ഓക്കെ ആണ്, രണ്ടും ഒരേ അളവാ. ഇത് 3 ആണെങ്കിൽ ഇത് 3. ഈ സൈഡ് കിട്ടി. ഇനി കിട്ടേണ്ടത് ഈ സൈഡ് ഇവിടെ കിട്ടിയാൽ മതി. അത് കിട്ടാൻ വേണ്ടി നമുക്കറിയാം ഇവിടുന്ന് ഇവിടം വരെ എത്ര ആണ്? 5. അത് 5 ആണെന്നറിയാം. മൊത്തത്തിൽ 5 ആണെന്നറിയാം. എഴുതി വെച്ചിട്ടുണ്ട് 5. അതിൽ നിന്ന് ഇവിടുന്ന് ഇവിടം വരെ ഇത് 1 ആണെന്നറിയാം. ഇത് 1 നമ്മൾ പറയും ഇത് എത്ര തന്നെയായിരിക്കും? 1. ശരിയല്ലേ? എന്നാ പറ, ഇത് ആകെയുള്ള എത്ര ആയിരുന്നു? 5 ആയിരുന്നു. അതിൽ ഇങ്ങോട്ട് 1 പോയി കഴിഞ്ഞാൽ ബാക്കി ഇത് 5 1 പോയി കഴിഞ്ഞാൽ എത്ര ആയിരിക്കും? 4 ആയിരിക്കും. ശരിയല്ലേ? ഇത് മൊത്തത്തിൽ 5. മൊത്തത്തിൽ 5 ആണെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെ 1 ഇത് 1. അന്നേരം 5 ആകെയുള്ള 5 ഈ 1 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബാക്കി ഇത് എത്ര? 4. സോ ഈ സൈഡ് 4 കിട്ടി. ഇത് മട്ടത്രികോണാകുമ്പോൾ 90 ഡിഗ്രി മാർക്ക് ചെയ്യാം. ഈ സൈഡ് 4 കിട്ടി, ഈ സൈഡ് 3 കിട്ടി. എന്നിട്ട് ഇതാണ് വേണ്ടത്. അന്നേരം ഉടനെ പറയണം. ഇത് മട്ടത്രികോണമായതുകൊണ്ട് മട്ടത്രികോണത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന തിയറമാണ് പൈതഗോറസ് തിയറം. പൈതഗോറസ് സിദ്ധാന്തം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പൈതഗോറസിന്റെ തിയറം അനുസരിച്ച് ഈ മട്ടകോണിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ സൈഡിന്റെ പേരാണ് കർണം എന്ന് പറയും. മട്ടകോണിന്റെ ഓപ്പോസിറ്റ് ആരാ? കർണം. കർണം, ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയും. ഇതാണ് കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ്. ഇങ്ങനെ പറയണം. കർണം സ്ക്വയർ ഇസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്ന് പറയണം. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസിന്റെ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ എന്ന് പറയണം. അങ്ങനെ പറയുമ്പം കർണമല്ലേ കണ്ടുപിടിക്കണ്ടേ? കർണം എന്ന് പറഞ്ഞാൽ ഇതല്ലേ കണ്ടുപിടിക്കണ്ടേ? അത് കിട്ടാൻ വേണ്ടി ഇതാ പാദം. പാദം എത്ര? 4ന്റെ സ്ക്വയർ പ്ലസ് ഇതാണ് ലംബം. ലംബം എത്ര? 3ന്റെ സ്ക്വയർ. സോ 4ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16ഉം 3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9ഉം. 16ന്റെ കൂടെ 9 കൂട്ടിയ 25 കിട്ടും. അന്നേരം ഇങ്ങനെ പറയും ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ അല്ലെങ്കിൽ കർണത്തിന്റെ സ്ക്വയർ 25 ആണെങ്കിൽ കർണം കിട്ടാൻ വേണ്ടി സ്ക്വയർ മാറ്റാൻ വേണ്ടി സ്ക്വയർ റൂട്ട് എടുക്കുമ്പം റൂട്ട് 25 എന്ന് കിട്ടും. സോ റൂട്ട് 25 എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ സ്ക്വയറാണ് 25? 5ന്റെ സ്ക്വയർ. അന്നേരം ഇങ്ങനെ പറയാം ഈ അളവെന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ 5 മീറ്റർ എന്ന് വെച്ചാൽ നമുക്ക് പറയാം എയിൽ നിന്നും ബിയിലേക്കുള്ള ഏറ്റവും കുറഞ്ഞ അകലം എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആയിരിക്കും? 5 മീറ്റർ ആയിരിക്കും ഈ കണക്കിൻ്റെ ഉത്തരം. ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. സ്ലോപ്പ് വരയ്ക്കാനുള്ള ഡയറക്ഷൻ്റെ ചോദ്യങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. ത്രികോണം മേക്ക് ചെയ്യേണ്ടി വരണം. ആ ത്രികോണം മേക്ക് ചെയ്തിട്ട് ഈ കണക്ക് ചെയ്യണം. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം, ആകെയുള്ള 22ാമത്തെ ചോദ്യം. രാജു തൻ്റെ ഓഫീസിൽ നിന്നും വടക്കോട്ട് 3 മീറ്റർ നടക്കുന്നു. അതുവരെ ഡയറക്ഷൻ്റെ ചോദ്യമെന്ന് മനസ്സിലായി. അവൻ ഇടത്തേക്ക് തിരിഞ്ഞ് 3 മീറ്റർ നടക്കുന്നു, പിന്നെ വലത്തോട്ട് 1 മീറ്റർ നടക്കുന്നു. എന്നാൽ രാജു ഓഫീസിൽ നിന്നും എത്ര ദൂരത്തിലാണ്? ഓക്കെ, നമുക്കതൊന്ന് വരയ്ക്കാം. രാജു തൻ്റെ ഓഫീസിൽ നിന്നും, രാജുവിൻ്റെ ഓഫീസ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റാണ്. ഓഫീസ് മാർക്ക് ചെയ്ത് വെച്ചു. രാജു തൻ്റെ ഓഫീസിൽ നിന്നും എങ്ങോട്ട് പോയി? വടക്കോട്ട് പോയി. നേരം വടക്കോട്ടെന്ന് പറഞ്ഞാൽ മുകളിലോട്ടാണെന്ന് അറിയാമല്ലോ, നോർത്ത്. വടക്കോട്ടെന്ന് പറഞ്ഞാൽ മുകളിലോട്ട്. വടക്കോട്ട് പോയത് എത്ര മീറ്ററാണ്? 3 മീറ്റർ. അന്നേരം 3 മീറ്റർ മാർക്ക് ചെയ്ത് വെച്ചു. അവൻ ഇടത്തേക്ക് തിരിഞ്ഞ് 1 മീറ്റർ നടക്കുന്നു. അന്നേരം ഇങ്ങനെ വരയ്ക്കണം, ഇങ്ങനെ വരച്ചു വെക്കണം. രാജു ഇവിടെ നിന്ന് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ രാജു പോകുന്നത് പോലെ നമ്മുടെ കൈ എടുത്ത് ആ വരയുടെ അപ്പുറം വെക്കണം. രാജു പോകുന്നത് താഴേന്ന് മുകളിലോട്ടായതുകൊണ്ട് രാജുവിൻ്റെ തണ്ട് ഈ വരയുടെ അപ്പുറം കൈ കൊണ്ട് വെച്ചാൽ വലത്തെ കൈ നിൽക്കുന്ന വലതും ഇടത്തെ കൈ നിൽക്കുന്ന ഇടതും അത് മനസ്സിലാക്കാം. അന്നേരം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് വലത്, ഇതാണ് ഇടത്. സോ എന്നാൽ പിന്നെ എങ്ങോട്ടാണ് പോയത്? ഇടത്തോട്ട്. ഇടത്തോട്ടെന്ന് പറഞ്ഞാൽ ഇതാ ഇടത്തെ കൈ. നേരെ ഇടത്തോട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കണം. അങ്ങോട്ടാണ് ഇടത്തോട്ട്. ഇടത്തോട്ട് തിരിഞ്ഞ് എത്ര മീറ്ററാ? 3 മീറ്റർ. അന്നേരം 3 മീറ്റർ ആകുമ്പോൾ ഇത് 3 മീറ്ററാ. ഇങ്ങോട്ടും വരയ്ക്കേണ്ട എത്ര തന്നെയായിരിക്കും? 3 മീറ്റർ. ഇടത്തോട്ട് തിരിഞ്ഞ് 3 മീറ്റർ നടക്കുന്നു. പിന്നെ വലത്തോട്ട് 1 മീറ്റർ നടക്കുന്നു. അന്നേരം പിന്നെ വലത്തോട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം എങ്ങനെയാണ് നടക്കുന്നത് നോക്കാം. ഇപ്പം എങ്ങനെ നടക്കുന്നത്? ഇവിടുന്ന് ഇങ്ങനെ നടക്കുന്നത്. ഇങ്ങനെ നടന്നു പോവുക. ഇവിടുന്ന് ഇങ്ങനെ നടന്നു പോകുമ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ വെക്കണം. ഈ പോകുന്ന കണക്ക് വെക്കണം. ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ വെക്കുമ്പോൾ ഇതാണ് ഇടത്, ഇതാണ് വലത്. ഇടത്തെ കൈ ഇതും വലത്തെ കൈ ഇതുവാ. ശരിയല്ലേ? എങ്ങോട്ടാ പോകണ്ടേ? പിന്നെ വലത്തോട്ടെന്ന് പറഞ്ഞാൽ വലത്തെ കൈ നിൽക്കുന്ന ഇവിടെ. അന്നേരം വലത്തോട്ടെന്ന് പറഞ്ഞാൽ മേളിലോട്ടാ. എത്ര മീറ്റർ പോയി? 1 മീറ്റർ. അന്നേരം ആ പോകുന്ന കണക്ക് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ വലത്തോട്ടെന്ന് പറഞ്ഞാൽ മുകളിലോട്ടാകുമ്പോൾ അത് എത്ര മീറ്റർ ആണെന്ന് മനസ്സിലായി? 1 മീറ്റർ ആണെന്ന് മനസ്സിലായി.
എന്നാൽ രാജു ഓഫീസിൽ നിന്ന് എത്ര ദൂരത്തിലെന്ന് വെച്ചാൽ ഇതാണ് ലാസ്റ്റ് പോയിന്റ് എന്ന് മനസ്സിലായി, ഇതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഓഫീസ് ഇതാണ്, അവസാനം നെത്തിയിരിക്കുന്ന പോയിന്റ് ഇതാണെങ്കിൽ അതിൽ നിന്ന് അങ്ങോട്ടുള്ള അകലമെന്ന് ചോദിച്ചാൽ ഈ അകലമാണ് ചോദിച്ചത്, ഇത് എത്ര എന്നാണ് ചോദിച്ചത് അല്ലേ? ഓക്കെ, ഇതാണ് കണ്ടുപിടിക്കേണ്ടത് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം പറയും നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു സ്ലോപ്പാണെന്ന് മനസ്സിലായി, ഒരു ചരിഞ്ഞ വരയാന്ന് മനസ്സിലായി. ചരിഞ്ഞ വരയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇത് അളന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലെന്നറിയാം. ചരിഞ്ഞ വരയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ത്രികോണം കിട്ടിയാലേ പറ്റൂ. ത്രികോണം കിട്ടണമെങ്കിൽ മൂന്നാമത്തെ പോയിന്റ് എവിടെ കൊടുക്കണം? ഒരു പോയിന്റ് ഇതായിരിക്കും, ഒരു പോയിന്റ് ഇതുമായിരിക്കും. മൂന്നാമത്തെ പോയിന്റ് എവിടെ കൊടുത്താൽ മട്ട ത്രികോണം കിട്ടുമെന്ന് ചോദിച്ചാൽ ഈ രണ്ട് പോയിന്റോടെ നീട്ടിയങ്ങ് വരച്ചാൽ മതി. രണ്ട് സൈഡിലോട്ട് നീട്ടി വരച്ചേക്കണം. ഈ പോയിന്റ് ഇങ്ങനെയും വരയ്ക്കാം, ഈ പോയിന്റ് ഇങ്ങനെയും വരയ്ക്കുമ്പം ഇത് കൂട്ടിമുട്ടുന്ന മൂന്നാമത്തെ പോയിന്റ് ഇതായിട്ട് മാറാം. സോ അതാണ്ട് ഇതാണ് നമ്മുടെ ത്രികോണം എന്ന് മനസ്സിലായി. ഇതാണ് നമുക്ക് വേണ്ട മട്ട ത്രികോണം. ശരിയാണേ? ഇനി നമുക്കറിയാം ഇതാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ, ഈ അളവ് കണ്ടുപിടിക്കണമെങ്കിൽ അത് നേരിട്ട് കാണാൻ പറ്റത്തില്ല. ഇതും കണ്ടുപിടിക്കണം, ഇതും കണ്ടുപിടിക്കണം. ഈ രണ്ട് സൈഡും കിട്ടിക്കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റും. സോ ഇത് 3 ആണെന്ന് നമുക്കറിയാം. ഇത് 3 ആണ്. പറ, ഇത് 3 ആണെങ്കിൽ ഇത് എത്ര തന്നെയായിരിക്കും? 3 ആയിരിക്കും. ഒരു സൈഡ് കിട്ടി. ഇനി എന്തോ വേണ്ടേ? ഇത് എത്ര എന്ന് വേണം. അതിന് ഇവിടുന്ന് ഇവിടം വരെ ഇത് 1 ആണെന്ന് അറിയാം. ഇനി ഇതുകൂടെ കിട്ടിയാൽ മതി. അത് കിട്ടാൻ വേണ്ടി ഇത് 3 ആണെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെ ഇത് 3 ആയിരിക്കും. സോ ഇത് 3 കിട്ടി. ഈ ഒന്നുകൂടെ ചേരുമ്പോൾ ഇത് മൊത്തം എത്രയാന്ന് കിട്ടി? 4 ആന്ന് കിട്ടി. സോ ഈ സൈഡ് 4 ആന്ന് മനസ്സിലായി, ഈ സൈഡ് 3 ആന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പറയും ഇത് കർണമാണ്. കർണത്തിന്റെ സ്ക്വയർ ഈക്വൽ ടു പാദത്തിന്റെ സ്ക്വയർ പ്ലസ് ലംബത്തിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പാദവും ലംബവും ഏതൊക്കെയാ? 3ഉം 4ഉം. അന്നേരം ഇങ്ങനെ പറയും 3ന്റെ സ്ക്വയർ പ്ലസ് 4ന്റെ സ്ക്വയർ. അതുകൊണ്ട് 3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9ഉം 4ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16ഉം 16ന്റെ കൂടെ 9 കൂട്ടിയ 25 എന്ന് പറഞ്ഞാൽ കർണത്തിന്റെ സ്ക്വയറാ. അതുകൊണ്ട് കർണം എന്ന് പറഞ്ഞാൽ √25 എന്ന് പറഞ്ഞാൽ 5 മീറ്റർ ആയിരിക്കും ഈ അളവെന്ന് പറയുന്നത്. സോ വീട്ടിൽ നിന്നും ഓഫീസിലേക്കുള്ള അകലം എത്ര മീറ്റർ ആയിരിക്കും? 5 മീറ്റർ ആയിരിക്കും. അങ്ങനെയാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തേണ്ടത്. ക്ലിയർ? അടുത്ത കണക്കിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സമാന്തര ശ്രേണിയിൽ നിന്നാണ്, AP-യിൽ നിന്നാണ്. ഡയറക്ഷൻ നമുക്ക് 2 ചോദ്യം മതി. നിങ്ങൾക്കൊരു ധാരണയായല്ലോ ഡയറക്ഷൻ്റെ. അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഡയറക്ഷൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. എന്നാൽ നമുക്ക് സമാന്തര ശ്രേണിയുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഒന്ന് ശ്രദ്ധിച്ച് വായിക്കുക. ഇത് സമാന്തര ശ്രേണിയുടെ ടേംസുമായിട്ട് ബന്ധപ്പെട്ട പദങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഒരു സമാന്തര ശ്രേണിയുടെ 5-ാം പദം 28, 11-ാം പദം 58 ആയാൽ 19-ാം പദം എത്ര? ഓക്കെ, ഒന്ന് വായിക്കുക. സമാന്തര ശ്രേണി എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ AP ആണ്. സമാന്തര ശ്രേണിയുടെ 5-ാം പദം 28 എന്ന് പറയുമ്പം നിങ്ങൾ ഇങ്ങനെ പറയണം, 5-ാമത്തെ പദം എന്ന് പറഞ്ഞാൽ 5-ാമത്തെ ടേം. സോ ടേം 5 എന്ന് എഴുതി വെക്കണം. 5-ാം പദം 5-ാമത്തെ ടേം. 5-ാമത്തെ ടേം എന്ന് പറഞ്ഞാൽ എത്രയാ? 28. അത് എഴുതി വെച്ചു. 5-ാമത്തെ ടേം 28. അടുത്ത പറ 11-ാമത്തെ പദം എന്ന് പറഞ്ഞാൽ 11-ാമത്തെ ടേം 11. 11-ാമത്തെ പദം എത്ര? 58. കിട്ടിയല്ലോ. 2 കാര്യങ്ങളുണ്ട്. 5-ാം പദം ടേം 5 28ഉം 11-ാം പദം ടേം 11 58 എന്ന് എഴുതി കഴിഞ്ഞാൽ ചോദ്യം ചോദിക്കുന്നത് 19-ാം പദമാണ്. അതവിടെ നിൽക്കട്ടെ, അത് പിന്നെ ചെയ്യാം. അതിനു മുമ്പ് ചെയ്യേണ്ടത്, ആദ്യത്തെ സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്, ഒരു സമാന്തര ശ്രേണിയിലെ 2 പദങ്ങൾ തന്നാൽ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം. പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ വേണ്ടി ഇത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ പറയാം, ഈ 2 സൈഡും ഒരുപോലെ കുറയ്ക്കണം. എന്ന് വെച്ചാൽ ഈ സൈഡ് ഇവിടുന്ന് ഇങ്ങനെ കുറയ്ക്കണം. അതായത് 11-ാം പദത്തിൽ നിന്ന് 5-ാം പദം കുറയ്ക്കണം. അതായത് 11-ൽ നിന്ന് 5 കുറയ്ക്കണം. 11-ൽ നിന്ന് 5 കുറച്ചാൽ 6 കിട്ടും. 6 കിട്ടുമെന്ന് പറഞ്ഞാൽ 6 വ്യത്യാസം എന്ന് പറയണം. 6 ഡിഫറൻസ് ആണ്. കാരണം 5-ാം പദത്തിൻ്റെ കൂടെ ഒരു വ്യത്യാസം കൂട്ടുമ്പോഴേ 6-ാം പദം കിട്ടൂ. 5-ാം പദത്തിൻ്റെ കൂടെ 2 വ്യത്യാസം കൂട്ടിക്കഴിഞ്ഞാൽ 7-ാം പദം കിട്ടും. 5-ാം പദത്തിൻ്റെ കൂടെ 3 വ്യത്യാസം കൂട്ടിയാൽ 8-ാം പദം കിട്ടും. അങ്ങനെ പറഞ്ഞ് 5-ാം പദത്തിൻ്റെ കൂടെ എത്ര വ്യത്യാസം കൂട്ടണം? 6 വ്യത്യാസം കൂട്ടിയാൽ 11-ാം പദം കിട്ടും എന്ന് പറയും. അത് കിട്ടാൻ വേണ്ടി ഇത്രയേ ഉള്ളൂ. 11-ൽ നിന്ന് 5 കുറയ്ക്കണം. 11-ൽ നിന്ന് 5 കുറച്ചാൽ എത്ര കിട്ടി? 6 കിട്ടി. അത്രയും വ്യത്യാസമൊന്നും കുറച്ച് വെച്ചേക്കണം. സോ 6D. ഇനി ചെയ്യേണ്ടത് ഇവിടെ കുറച്ചതുപോലെ ഇവിടെയും കൂടെ കുറയ്ക്കണം. ഇവിടെ നമ്മൾ താഴേന്ന് മേളിലോട്ട് കുറച്ചു, അതുപോലെ ഇവിടെയും താഴേന്ന് മേളിലോട്ട് കുറയ്ക്കുമ്പം 58-ൽ നിന്ന് 28 കൂടെ കുറയ്ക്കണം.
58 നിന്ന് 28 കൂടെ കുറച്ചാൽ നമുക്ക് 30 എന്ന് കിട്ടും. സോ 6 വ്യത്യാസം 6D 30 എന്ന് കിട്ടുമ്പോൾ പറയും D = 30/6 എന്ന് പറയും. ഇൻറ്റു 6 അപ്പുറം ചെല്ലുമ്പോൾ /6 ആണെന്ന് അറിയാമല്ലോ. ഓക്കെ, എന്നാൽ D = 30/6 5 എന്ന് കിട്ടുമ്പം ഇതിൻ്റെ കോമൺ ഡിഫറൻസ് ഇവിടെ കഴിഞ്ഞു. സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസമായിരുന്നു ചോദ്യമെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ അങ്ങ് ചോദിക്കും. 5-ാം പദം 28ഉം 11-ാം പദം 58ഉം ആണെങ്കിൽ പൊതുവ്യത്യാസം എത്രയാണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ ഉത്തരം. ആൻസർ 5 എന്ന് കിട്ടിയല്ലോ. പൊതുവ്യത്യാസം കിട്ടി. ഇനി പക്ഷേ ചോദ്യം പൊതുവ്യത്യാസമല്ല. എത്ര ചോദിച്ചേ? 19-ാം പദമല്ലേ ചോദിച്ചേ? എന്നാൽ ഇങ്ങനെ പറയണം. ചോദ്യം ചോദിക്കുന്നത് 19-ാം പദമാകുമ്പോൾ T19 എന്ന് പറയണം. ടൈം 19 വേണ്ടേ? എന്നിട്ട് ഇങ്ങനെ പറയണം, ടൈം 19 എന്നിട്ട് പറയണം നിങ്ങൾക്കിവിടെ 2 പദങ്ങൾ അറിയാം. T5 അറിയാം, T11 അറിയാം. ടൈം 5 അറിയാം, ടൈം 11 അറിയാം. എത്ര വേണ്ടേ? 19-ാം പദം വേണം. 2 എണ്ണം അറിയാം. T5ഉം T11 അറിയാമല്ലോ. അറിയാവുന്ന ഏതെങ്കിലും ഒന്നങ്ങ് പറയണം. അറിയാവുന്ന ഏതെങ്കിലും ഒന്നങ്ങ് പറയണം. ഏതൊക്കെയാ? ടൈം 5 അറിയാം, ടൈം 11 അറിയാം. എന്നാൽ പിന്നെ 19 വേണ്ടേ? 19 5 പറയുന്നതാണ് എളുപ്പം, 11 പറയുന്നതാണ് എളുപ്പം. അടുത്തേക്കെന്ന് പറയുന്നതിൽ എളുപ്പം. അത്രയും കുറച്ച് ചെയ്താൽ മതിയായിരിക്കും. നമുക്കത് പറഞ്ഞു നോക്കാം. നമുക്ക് വേണ്ടത് ടൈം 19 വേണം. എന്നാൽ പിന്നെ 5ഉം 11 ഉണ്ടെങ്കിൽ അടുത്തേക്കുന്ന 11 ഇങ്ങനെ എഴുതി വെക്കണം. ടൈം 11 എഴുതി വെച്ചേക്കണം. പദത്തിൻ്റെ വിലയല്ല എഴുതേണ്ട, ടൈം 11 എഴുതിയാൽ മതി. എന്ന് വെച്ചാൽ T19 വേണം. T19 വേണ്ട, 19-ാം പദം വേണമെങ്കിൽ എത്ര അറിയാവുന്നേ? T11 അറിയാമല്ലോ. T11 നമുക്ക് അറിയാം. അതുകൊണ്ട് T11 എഴുതി വെച്ചു. എന്നിട്ട് ഇനി ഞാൻ ഈ പറയുന്നൊരു സ്റ്റെപ്പ് ഒന്ന് പറയണം. എൻ്റെ അടുത്ത് പറഞ്ഞു തരണം. ഒന്ന് പറ. ഇങ്ങനെ പറയണം. എത്ര വേണം? 19 വേണം. ടൈമൊക്കെ വിട്ടോ, ഇങ്ങനെ പറഞ്ഞോ. 19 വേണം. എത്ര വേണം? 19 വേണം. എത്ര ഉണ്ട്? 11 ഉണ്ട്. 11 ഉണ്ട്. 11 നിന്ന് എത്ര കിട്ടണം? 19 കിട്ടണം. 11 നിന്ന് 19 കിട്ടണമെങ്കിൽ 11 നിന്ന് 19 കിട്ടണം. 11 നിന്ന് 19 കിട്ടണമെങ്കിൽ എത്ര കൂട്ടണം? 11ൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ 19 കിട്ടും? 11ൻ്റെ കൂടെ 8 കൂട്ടണം. 11ൻ്റെ കൂടെ 8 കൂട്ടിയാൽ 19 കിട്ടും. 8 കൂട്ടുമെന്ന് വെച്ചാൽ സമാന്തര ശ്രേണിക്കകത്ത് ഓരോ ടൈം കഴിയുമ്പോഴും കൂടുന്ന വ്യത്യാസമാണ്. അതുകൊണ്ട് 8 വ്യത്യാസം എന്ന് പറയണം. ഇത്രയേ ഉള്ളൂ. 11-ാം പദത്തിൻ്റെ കൂടെ 8 വ്യത്യാസം കൂട്ടിയാൽ 19-ാം പദം കിട്ടും. 11-ാം പദത്തിൻ്റെ കൂടെ 1 വ്യത്യാസം കൂട്ടിയാൽ 12-ാം പദം കിട്ടും. 11-ാം പദത്തിൻ്റെ കൂടെ 2 വ്യത്യാസം കൂട്ടിയാൽ 13-ാം പദം കിട്ടും. എന്നാൽ 11-ാം പദത്തിൻ്റെ കൂടെ 8 വ്യത്യാസം കൂട്ടിയാൽ 19-ാം പദം കിട്ടും. ഇത്രയും നോക്കിയാൽ മതി. 19 വേണം, 11 ഉണ്ട്. 11ൻ്റെ കൂടെ എത്ര കൂട്ടണം? 8 കൂട്ടണം. സോ 11 + 8 = 19. അത്രയും വ്യത്യാസം കൂട്ടണം. എന്നാ വില കൊടുത്ത് പറ. T19 T11. T11 പകരം T11ൻ്റെ വില എത്ര? 58. ഇങ്ങനെ പറയണം. 58 + 8D എന്ന് പറഞ്ഞാൽ 8 × D. ഡിയുടെ വില എത്ര? 5. 8 × 5. പ്ലസും മൾട്ടിപ്ലിക്കേഷനും ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. സോ ഇങ്ങനെ പറയും. 58 + 8ൻ്റെ കൂടെ 5 ഗുണിച്ചാൽ 40 എന്ന് പറയും. അതുകൊണ്ട് 58ൻ്റെ കൂടെ 40 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 98 എന്നും പറഞ്ഞൊരു ഓപ്ഷൻ നമ്മൾ കാണും. അത് നമ്മുടെ ഉത്തരവെന്ന് പറയും. സോ ആൻസർ = 98. ഇങ്ങനെ പഠിച്ചോ, ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കി പഠിച്ചോ. ഇതാണ് AP-യുടെ ടേംസ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം. അല്ലെങ്കിൽ നമുക്ക് ഇക്വേഷനൊക്കെ പഠിക്കാം. ഒരു A + n - 1 × D എന്നും പറഞ്ഞൊരു ഇക്വേഷനെ കണ്ടുപിടിച്ചിട്ട് വേണമെങ്കിൽ ഫസ്റ്റ് ടൈം കണ്ടുപിടിച്ചിട്ടൊക്കെ ചെയ്യാം. പക്ഷേ ഇതൊന്ന് പഠിച്ചാൽ, ടേംസിൻ്റെ റിലേഷൻ മനസ്സിലാക്കി പഠിച്ചാൽ ഇത്രയും എളുപ്പമുള്ളൊരു കണക്ക് AP-ക്കകത്തില്ല. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊക്കെ പിന്നീട് ചെയ്യാം. ഇപ്പോൾ എക്സാമിന് വേണ്ടിയിട്ട് ഇത്രയൊന്ന് ഓർത്ത് വെച്ചേക്കണം. ക്ലിയർ? ഒരു സമാന്തര ശ്രേണിയുടെ 10-ാം പദം 15 ആയാൽ ആദ്യത്തെ 19 പദങ്ങളുടെ തുക എത്ര? ഓക്കെ, ആദ്യത്തെ 19 പദങ്ങളുടെ തുക എത്ര എന്ന് ചോദിക്കുമ്പോൾ കാര്യം മനസ്സിലാക്കണം. ഇത് സമാന്തര ശ്രേണിയുടെ തുകയുടെ ചോദ്യമാണ്. തുകയുടെ സമ്മിൻ്റെ ചോദ്യമാണ്. സമ്മിൻ്റെ ചോദ്യം.
സമ്മ് കണ്ടുപിടിക്കാൻ സമാന്തര ശ്രേണിക്കകത്ത് ഒരുപാട് ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനകത്ത് 1-2 ഇക്വേഷനൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. എന്നാലും ഇക്വേഷൻസ് ഇതൊക്കെയാണ്. സം കാണുന്ന ഒരു ഇക്വേഷൻ n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d എന്നും പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. ഫസ്റ്റ് ടൈമും കോമൺ ഡിഫറൻസും ഒക്കെ a എന്ന് പറഞ്ഞ ഫസ്റ്റ് ടൈമാ, d എന്ന് പറഞ്ഞ കോമൺ ഡിഫറൻസ്, ആ ഒരു ഇക്വേഷൻ കൊടുക്കാം. അല്ലെങ്കിൽ സമാന്തര ശ്രേണിക്കകത്ത് സം കാണുന്ന മറ്റൊരു ഇക്വേഷൻ സം ഇസ് ഈക്വൽ ടു n/2 ഇൻറ്റു t1 പ്ലസ് tn. ഇത് നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ ഇതിൻ്റെ ആദ്യത്തെ പാർട്ടി ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കണക്ക് ചെയ്തായിരുന്നു. അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇത് രണ്ടും അല്ലാതെ സം കാണാനായിട്ട് ഒരു ഇക്വേഷനോടെ നമ്മൾ പഠിക്കണം. സം കാണുന്ന APക്കകത്ത് സം കാണുന്ന അടുത്തൊരു ഇക്വേഷനാണ് സമാന്തര ശ്രേണിക്കകത്ത് സം കാണുന്ന ഇക്വേഷൻ. ഇതാണ് n ഇൻറ്റു മധ്യപദം. ഒരു സമാന്തര ശ്രേണിയിലെ n പദങ്ങളുടെ തുക കാണുന്ന ഇക്വേഷനാണ് n ഇൻറ്റു മധ്യപദം. സം കാണുന്ന തുക കാണുന്ന n പദങ്ങളുടെ തുക കാണുന്ന ഇക്വേഷനാണ് n ഇൻറ്റു മധ്യപദം, n ഇൻറ്റു മിഡിൽ ടേം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര പദങ്ങളുടെ തുകയെ ചോദിച്ചേ? 19 പദങ്ങളുടെ. ഇങ്ങനല്ലേ ചോദിച്ചേ? 19 പദങ്ങളുടെ തുകയല്ലേ ചോദിച്ചേ? 19 പദങ്ങളുടെ തുകയെന്ന് ചോദിച്ചാൽ n എത്ര? 19. എണ്ണം 19 അല്ലേ? 19 ഇൻറ്റു മധ്യപദം വേണം. പറ, എത്ര പദമുള്ളത്? 19 പദമുണ്ട്. 19 പദമാകുമ്പം അതിൻ്റെ മധ്യപദം എന്ന് പറഞ്ഞാൽ ഇതുകൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. മധ്യപദം എന്ന് പറഞ്ഞാൽ മിഡിൽ ടേം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കണം. n+1/2. n+1/2 മധ്യപദം കിട്ടുന്നതിൻ്റെ ഇക്വേഷൻ ചെയ്താൽ n+1/2 എന്ന് പറഞ്ഞാൽ n-ൻ്റെ വില 19. 19 + 1/2 എന്ന് പറഞ്ഞാൽ 20. 20/2 ഈസ് ഈക്വൽ ടു 10-ാം പദമായിരിക്കും മധ്യപദം. അല്ലെങ്കിൽ ആലോചിച്ചാൽ മതി, 19 പദം ഉണ്ടെങ്കിൽ ആദ്യത്തെ 9 അങ്ങോട്ട് പോകും, അടുത്ത 9 ഇങ്ങോട്ടൂടെ പോയി കഴിഞ്ഞാൽ നടുക്ക് വരുന്ന എപ്പോഴും 10-ാമത്തെ ആളായിരിക്കും. 19 പേരുണ്ടെങ്കിൽ അതിൻ്റെ നടുക്കത്താളം എന്ന് പറഞ്ഞാൽ 10-ാമത്തെ ആളാണ്. സോ ഇങ്ങനെ പറയാം, n ഇൻറ്റു മധ്യപദം എന്ന് പറയുമ്പോൾ n-ൻ്റെ വില 19 ഇൻറ്റു മധ്യപദം എന്ന് പറഞ്ഞാൽ എത്രാം പദം? 10-ാം പദം എന്ന് പറയണം. n ഇൻറ്റു മധ്യപദം എന്ന് പറഞ്ഞാൽ 19 പദങ്ങളുടെ തുക ഇസ് ഈക്വൽ ടു n ഇൻറ്റു മധ്യപദം എന്ന് പറഞ്ഞാൽ n എന്ന് പറഞ്ഞാൽ 19 ഇൻറ്റു മധ്യപദം എന്ന് പറഞ്ഞാൽ എത്ര എണ്ണമാ? 19 എണ്ണം ഉണ്ടെങ്കിൽ മധ്യപദം കാണുന്നതിൻ്റെ മാർഗ്ഗം ഇങ്ങനെ പഠിച്ചു വെച്ചോ. n+1/2 19 + 1 20/2 എന്ന് പറഞ്ഞാൽ 10 കിട്ടും. അല്ലെങ്കിലും നമുക്കറിയാം, 19 പേരുണ്ടെങ്കിൽ 9 പേര് അങ്ങോട്ടും പോയി കഴിഞ്ഞ് 9 പേര് ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ നടുക്കത്താളം എന്ന് പറഞ്ഞാൽ 10-ാമത്തെ ആളാണ്. സോ മധ്യപദം 10-ാം പദമാണ്. എന്നാൽ പിന്നെ വില കൊടുക്കാം. ഇവിടെ അത് തന്നെ 19 ഇൻറ്റു 10-ാം പദം. 10-ാം പദം എത്ര എന്നാ ചോദ്യത്തിൽ പറഞ്ഞ? എത്രാം പദമാണ്? 10-ാം പദം എത്ര? 15. എന്നാൽ വില കൊടുക്കാം. 10-ാം പദത്തിൻ്റെ വില എത്ര? 15. സോ 19 കൊണ്ട് 15 ഗുണിച്ചാൽ മതി. എത്ര കിട്ടും? 19 കൊണ്ട് 15 ഗുണിച്ചാൽ 20 കൊണ്ട് 15 ഗുണിച്ചാൽ 300 കിട്ടും. 19 ആകുമ്പോൾ ഒരു 15 കുറച്ചാൽ 285 ഈ കണക്കിൻ്റെ ഉത്തരം. ഈ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെച്ചോ. സമാന്തര ശ്രേണിക്കകത്ത സമ്മിനകത്ത് ചോദിക്കാൻ പറ്റുന്ന മറ്റൊരു ഇക്വേഷനാണ്. സം കാണുന്ന ഇക്വേഷനാണ് സം ഇസ് ഈക്വൽ ടു n ഇൻറ്റു മധ്യപദം. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ, ഇതൊരു സമാന്തര ശ്രേണിയുടെ മാത്രം ക്വസ്റ്റ്യൻ അല്ല, നമ്പേഴ്സിൻ്റെ ഒരു സമ്മിൻ്റെ ചോദ്യം. എന്ന് വെച്ചാൽ നമുക്ക് ഈ കമ്പാരിഷൻ്റെ ചോദ്യങ്ങളൊക്കെ ഇല്ലേ? ഇപ്പോൾ ഒരെണ്ണം നമുക്ക് തരും, ഒരു സമ്മ് തരും, എന്നിട്ട് അതുമായിട്ട് ബന്ധിച്ച് മറ്റൊരെണ്ണം ചോദിക്കും. എന്നിട്ട് അങ്ങനെ ഒരു ചോദ്യം നമ്മൾ ഒന്ന് ഉൾപ്പെടുത്തി സമ്മിനകത്ത് ഉൾപ്പെടുത്തി പറയുന്നതേ ഉള്ളൂ. ഓക്കെ, അറിയാവുന്ന എന്തുവാ? 1 + 2 + 3 + എക്സെട്ര 100. അതിൻ്റെ സമ്മ് എന്ന് പറഞ്ഞാൽ 5050 ആണെന്ന് പറയുക അല്ലേ? എന്നാൽ പിന്നെ 3 + 6 + 9 + എക്സെട്ര 300ൻ്റെ വിലയല്ലേ ചോദിച്ചേ? എന്നാൽ അതൊന്ന് പറയാം. ഇതല്ലേ കണ്ടുപിടിക്കണ്ടേ? 3 + 6 + 9 + എക്സെട്ര 300ൻ്റെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൻ്റെ സമ്മ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അത് കിട്ടുമ്പോഴേ നിങ്ങളൊന്ന് നോക്കിയേ, ഇതിൻ്റെ വില നമുക്കറിയാം. ഇത് എല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ 1 2 3 തൊട്ട് 100 വരെ കൂട്ടിക്കഴിഞ്ഞാൽ 1080 കിട്ടുമെന്ന് നമുക്കറിയാം. അതവിടെ നിൽക്കട്ടെ. പറ, 3 6 9 എക്സെട്ര 300ൻ്റെ വില ചോദിച്ചാലേ ഇവിടെ 3 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്, ഇവിടെ 9 ഉണ്ട്, അവസാനം 300 ഉണ്ടെങ്കിൽ ഒറ്റ നോട്ടത്തിൽ ഒരു കാര്യം മനസ്സിലായി, ഇതെല്ലാം 3ൻ്റെ ഗുണിതങ്ങളാണെന്ന് മനസ്സിലായി. 3 6 9 12 15 അങ്ങനല്ലേ പോകുന്നത്, 300 വരെ പോവുക. സോ എല്ലാം 3ൻ്റെ ഗുണിതമായതുകൊണ്ട് നമ്മൾ ഇതിന്ന് കോമൺ ആയിട്ട് 3 അങ്ങ് പുറത്തെടുക്കണം. ഇവിടെ 3 ഉണ്ട്, ഇതും 6 എന്ന് പറഞ്ഞാൽ 3ൻ്റെ ഗുണിതം, 9 എന്ന് പറഞ്ഞാൽ 3ൻ്റെ ഗുണിതം, അടുത്ത 9 കഴിഞ്ഞാൽ പിന്നെ 12 ആയിരിക്കും, അടുത്ത 15 ആയിരിക്കും, എക്സെട്ര അങ്ങനെ പോവുക.
സോ ഇതെല്ലാം 3ന്റെ ഗുണിതം ആയതുകൊണ്ട് എല്ലായിടത്തും കോമൺ ആയിട്ട് 3 അങ്ങ് പുറത്തെടുക്കാം. 3 പുറത്ത് പോയി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ ഉള്ള 3-നകത്ത് 3 ഒരു തവണ 1 പ്ലസ്, 6-നകത്ത് 3 ഉള്ളത് 2 തവണ 2 പ്ലസ്, 9-നകത്ത് 3 ഉള്ളത് 3 തവണ 3 പ്ലസ് എക്സെട്ര, 300-നകത്ത് 3 ഉള്ളത് 100 തവണ 100 × 3 അല്ലേ 300, അങ്ങനെ കിട്ടും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ ഈ 3 അകത്തോട്ടൊന്ന് കയറ്റി ഗുണിച്ച് നോക്കിയേ. ഒന്ന് ഗുണിച്ചേ. 3 × 1 3 കിട്ടി. 3 × 2 6 കിട്ടി. 3 × 3 9 കിട്ടി. ലാസ്റ്റ് 3 × 100 300 കിട്ടിയേ. അതായത് എല്ലായിടത്തും 3 പുറത്തെടുത്ത് കഴിഞ്ഞാൽ അത് ഇങ്ങനല്ലേ കിട്ടണ്ടേ? ബാക്കിയുള്ള 1 2 3 പ്ലസ് 100 എന്നല്ലേ കിട്ടണ്ടേ? അങ്ങനെ കിട്ടിയ നിങ്ങൾ പറയും പുറത്തൊരു 3 ഉണ്ട്, ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 3 ഇൻറ്റു എന്തുവാന്ന് കിട്ടിയേ? 1 2 3 പ്ലസ് എക്സെട്ര 100 എന്നല്ലേ കിട്ടിയേ? അതല്ലേ തരുന്നേ ഇവിടെ, അതല്ലേ തന്നേ. 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര 100ന്റെ വില എത്ര എന്നാ പറഞ്ഞേ? 5080. എന്നാൽ പിന്നെ അതിൻ്റെ വില എത്ര? 5080 എന്ന് കൊടുത്താൽ 3നെ കൊണ്ട് 5080 ഗുണിച്ചാൽ പോരെ? ഗുണിച്ച് പറ. 5080 കൊണ്ട് 3 തവണ ഗുണിക്കണം. 5000നെ കൊണ്ട് 3 തവണ ഗുണിക്കാം. 5000 3 തവണ ഗുണിച്ചാൽ അത്ര കിട്ടും. 5000നെ കൊണ്ട് 3 ഗുണിച്ചാൽ 15000 എന്ന് കിട്ടും. പിന്നെ 50 3 ആകുമ്പോൾ 150 കിട്ടും. സോ ആൻസർ ഇസ് ഈക്വൽ ടു 15150 എന്നും പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇതായിരിക്കും ഈ കണക്കിൻ്റെ ഉത്തരം. ക്ലിയർ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 26ാമത്തെ ചോദ്യം. അത് ഡെസിമൽ നമ്പേഴ്സിൻ്റെ ദശാംശ സംഖ്യയായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ചോദ്യം കാണുമ്പോഴേ നിങ്ങൾക്കറിയാം ദശാംശ സംഖ്യകളുടെ അത്യാവശ്യം കുറച്ചധികം കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാകാനാണ് ഈ ചോദ്യം ഉൾപ്പെടുത്തിയത്. കാരണം ഈ കണക്കിൽ ദശാംശ സംഖ്യകൾ ഡെസിമൽ നമ്പേഴ്സ് ഗുണിക്കുന്ന പാർട്ടുണ്ട്, ഗുണിക്കാനുണ്ട്, അതായത് ഗുണിക്കാൻ അറിയണം. പിന്നെ പ്ലസ് ഉണ്ട്, കൂട്ടാനുണ്ട്, പിന്നെ ഹരിക്കാനുമുണ്ട്, ഡിവിഷനുമുണ്ട് അല്ലേ? അതുകൊണ്ട് 3 കാര്യങ്ങൾ നിങ്ങൾ അറിയണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞത്. അന്നേരം ആദ്യം ദശാംശ സംഖ്യ ഗുണിക്കണം. 0.3 × 0.3 അന്നേരം അത് ഗുണിക്കണം. 0.3 × 0.3 എന്ന് പറഞ്ഞാൽ ദശാംശ സംഖ്യ ഗുണിക്കുക എന്ന് പറഞ്ഞാൽ, ഡെസിമൽ ഗുണിക്കുക എന്ന് പറഞ്ഞാൽ നമ്പർ ആദ്യം ഗുണിക്കണം, സംഖ്യ ഗുണിക്കണം. സംഖ്യ 3 3. അന്നേരം 3നെ കൊണ്ട് 3 ഗുണിച്ചിട്ട് 9 എന്ന് പറയണം. 9 എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവിടെ ഒരു സ്ഥാനം മാറ്റി പോയിന്റ്, ഇവിടെ ഒരു സ്ഥാനം മാറ്റി പോയിന്റ്. അന്നേരം മൊത്തവും 2 സ്ഥാനം മാറ്റി പോയിന്റ്. ഇവിടെ ഒരു സ്ഥാനം, ഇവിടെ ഒരു സ്ഥാനം. അന്നേരം ആൻസറിനകത്ത് 2 സ്ഥാനം മാറ്റുമ്പം 1 രണ്ടാമത്തെ സ്ഥാനം ഇല്ലാത്തതുകൊണ്ട് പോയിന്റ് കൊടുക്കണം. അതുകൊണ്ട് 0.09 പറയണം. പിടി കിട്ടിയോ? 3നെ കൊണ്ട് 3 ഗുണിക്കുമ്പോൾ 9 എന്ന് എഴുതിയിട്ട് ഇവിടെ ഒരു സ്ഥാനം, ഇവിടെ ഒരു സ്ഥാനം, ആകെ 2 സ്ഥാനം. പ്ലസ് അടുത്ത 0.01 × 0.01 അവിടെയും നമ്പർ ഗുണിച്ചു പറ. 1നെ കൊണ്ട് 1 ഗുണിച്ചാൽ 1 എന്ന് പറഞ്ഞിട്ട് ഇവിടെ 2 സ്ഥാനം, ഇവിടെയും 2 സ്ഥാനം. അന്നേരം ആകെ എത്ര സ്ഥാനം? 4 സ്ഥാനം. എങ്ങനെ? ഇവിടെ 2 സ്ഥാനം, ഇവിടെ 2 സ്ഥാനം. അന്നേരം ആകെ 4 സ്ഥാനം ആകുമ്പം ഒരു സ്ഥാനമായി 1 2 സ്ഥാനം 3 സ്ഥാനം 4 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കുമ്പോൾ താണ്ട എങ്ങനെ കിട്ടും? 4 സ്ഥാനം. 1 2 3 4 സ്ഥാനം. ബാക്കിയെല്ലാം 0 കൊടുക്കണം. ഡിവൈഡഡ് ബൈ താഴെയുള്ളത് അതുപോലെ എഴുതി വെക്കണം. 0.901 എന്ന് കിട്ടി. അന്നേരം മുകളിൽ പ്ലസ് ആണെന്ന് മനസ്സിലായി. എന്നാൽ പിന്നെ ആ പ്ലസ് നമുക്കങ്ങ് ചെയ്യാം. ആ പ്ലസ് ചെയ്യാമല്ലോ, ബുദ്ധിമുട്ടൊന്നുമില്ല, ചെയ്യാം. പ്ലസ് ഏതൊക്കെയാ? 0.09ന്റെ കൂടെ എന്ത് കൂട്ടണം? എന്താ കൂട്ടണ്ടേ? പോയിന്റിന്റെ താഴെ പോയിന്റ് കൊടുക്കണം കേട്ടോ. പോയിന്റിന്റെ താഴെ പോയിന്റ് കൊടുക്കണം. കൊടുത്തേ, പോയിന്റ് കൊടുത്തു. എത്ര? 0 0 0 1. ബാക്കി നമ്പർ അങ്ങ് ഓർഡർ ചെയ്താൽ മതി. പോയിന്റിന്റെ താഴെ പോയിന്റ് ഇടുന്ന മാത്രമേ ഉള്ളൂ പ്രാധാന്യം. കിട്ടല്ലോ. എന്നാൽ ഇനി കൂട്ടിപ്പറ. ഇവിടെ എത്ര? 1. ഇവിടെ എത്ര? 0. ഇവിടെ എത്ര? 9. 0 പോയിന്റ്. അന്നേരം എത്ര കിട്ടി? 0.0901. എന്നാൽ അതങ്ങ് എഴുതാം. എത്ര കിട്ടി? ഇറ്റ്സ് ഈക്വൽ ടു 0.0901 ഡിവൈഡഡ് ബൈ 0.901 എന്ന് കിട്ടിയേ. എന്നാൽ ഇനി വേണ്ടത് ഡെസിമൽ നമ്പേഴ്സിൻ്റെ ഡിവിഷനാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡിവിഷനിലേക്ക് പോവുകയെ. ഡിവിഷൻ വളരെ എളുപ്പമാണ്, പെട്ടെന്ന് പഠിക്കുക. ഇതാ ഇങ്ങനെ പഠിച്ചാൽ മതി. ആദ്യം ചെയ്യേണ്ടത് മുകളിലത്തെയും താഴത്തെയും നമ്പർ എഴുതി വെക്കണം. മുകളിലത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ 901, താഴത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ 901. മുകളിലത്തെയും താഴത്തെയും നമ്പർ എഴുതി വെച്ചു. ഇനി ചെയ്യേണ്ടത് പോയിന്റ് എണ്ണുമ്പം ഇവിടെ 1 2 3 സ്ഥാനം മാറ്റിയാണ് പോയിന്റ് 3 സ്ഥാനം. ഇവിടെ 1 2 3 4 സ്ഥാനം മാറ്റിയാണ് പോയിന്റ്. എവിടെയാണോ പോയിന്റ് കുറവ് നിൽക്കുന്നത്, എത്ര കുറവുണ്ടോ അത്രയും 0 കൊടുക്കണം. എവിടെയാണോ പോയിന്റ് കുറവ് നിൽക്കുന്നത്, എത്ര കുറവുണ്ടോ അത്രയും 0 കൊടുക്കണം. എന്ന് വെച്ചാൽ ഇവിടെ 4 സ്ഥാനം
1 2 3 4 സ്ഥാനം, ഇവിടെ 1 2 3 സ്ഥാനം, ഇവിടെ 4 സ്ഥാനം, ഇവിടെ 3 സ്ഥാനം. എവിടാ കുറവ്? താഴെയാ കുറവ്. താഴെയാണ് കുറവ്. എത്ര സ്ഥാനത്തിൻ്റെ കുറവ്? ഇവിടെ 4 സ്ഥാനം, ഇവിടെ 3 സ്ഥാനം. എത്ര സ്ഥാനത്തിൻ്റെ കുറവ്? 1 സ്ഥാനത്തിൻ്റെ കുറവ് താഴെയാണ്. അതുകൊണ്ട് താഴെ ഒരു 0 കൊടുക്കണം, 10 കൊടുക്കണം. കുറവുള്ള ആൾക്ക് കൊടുക്കണം. ആർക്കാ എപ്പോഴും സഹായിക്കണ്ടേ? കുറവുള്ള ആൾക്കാരെ നിങ്ങൾ സഹായിക്കാവോ? നിങ്ങൾ എപ്പോഴും അങ്ങനെ ചെയ്യാവോ? നിങ്ങളെപ്പോഴും സഹായിക്കേണ്ടത് കുറവുള്ള ആൾക്കാരെയാണ്. കുറവുള്ള ആളെ സഹായിക്കുമെന്ന് വെച്ചാൽ ഇവിടെ 4 സ്ഥാനമുണ്ട്, അവന് 4 സ്ഥാനമുണ്ട്, ഇവന് 3 സ്ഥാനമേ ഉള്ളൂ. അന്നേരം ഇവനാണ് കുറവ്, താഴെ നിൽക്കുന്നവനാ കുറവ്. അതുകൊണ്ട് നിങ്ങൾ അവനെ സഹായിക്കണം. എത്ര എണ്ണത്തിൻ്റെ കുറവുണ്ട് അവന്? ഇവന് 4 എണ്ണമുണ്ട്, ഇവന് 3 എണ്ണമേ ഉള്ളൂ. അന്നേരം ഇവന് ഒരെണ്ണത്തിൻ്റെ കുറവാകുമ്പം ഇവിടെ ഒരെണ്ണം കൊടുക്കണം. ഒരെണ്ണം എന്ന് പറഞ്ഞാൽ താഴെ ഒരു 10 കൊടുക്കണം. 2 സ്ഥാനം കുറവായിരുന്നെങ്കിൽ അവന് 100 കൊടുക്കായിരുന്നു. 3 സ്ഥാനം കുറവാണെങ്കിൽ അവന് 1000 കൊടുക്കായിരുന്നു. 1 സ്ഥാനമാകുമ്പോൾ ഒരു 0 എന്ന് പറഞ്ഞാൽ 10 കൊടുത്താൽ മതി. എന്നിട്ട് മുകളിലത്തെ 901 താഴത്തെ 901 വെട്ടിക്കളയണം. ബാക്കി മുകളിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു 1 കാണും, ഇല്ലേ? ഒന്നുമില്ലെങ്കിൽ ഒരു 1 എന്തായാലും കാണും. 1 × 901 901, അന്നേരം 1 കാണും. അന്നേരം ബാക്കി മുകളിലുള്ള 1/10 താഴെയുള്ള 10 എന്ന് കിട്ടും. 1/10. 1/10 എന്ന് പറഞ്ഞാൽ 1നെ കൊണ്ട് 10 ഹരിക്കുക എന്ന് പറഞ്ഞാൽ 1 അങ്ങ് എഴുതി വെച്ചിട്ട് ഒരു സംഖ്യയെ 10 കൊണ്ട് ഹരിക്കുന്നതിന് പകരം ഒരു സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കണം. എന്ന് വെച്ചാൽ ഉത്തരം 0.1. എങ്ങനെ കിട്ടിയേ? 1 അങ്ങോട്ട് എഴുതി വെച്ചിട്ട് ഒരു സംഖ്യയെ 10 കൊണ്ട് ഹരിക്കുന്നതിന് പകരം ഒരു സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കണം. ഒരു സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കുമ്പോൾ ഉത്തരം എത്ര കിട്ടും? 0.1 കിട്ടും. അന്നേരം ഈ കണക്കിൻ്റെ ഉത്തരം 0.1 ആണ്. അന്നേരം ഈ കണക്കിൽ നിങ്ങൾ ഡെസിമൽ നമ്പർ ഗുണിക്കാനും കൂട്ടാനും ഹരിക്കാനും പഠിക്കും. അങ്ങനെ ഏത് വന്നാലും ചെയ്യാം. ഗുണിക്കാനോ കൂട്ടാനോ ഹരിക്കാനോ വന്നാലോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. ക്ലിയർ? അടുത്ത കണക്കിലേക്ക് പോവാം. 27ാമത്തെ ചോദ്യം. 0.222 എക്സെട്ര എന്നതിൻ്റെ ഭിന്നക രൂപമാണ് ചോദിച്ചത്, അല്ലേ? ഓക്കെ, ഇങ്ങനെ ഡെസിമൽ നമ്പേഴ്സ് ആവർത്തന ദശാംശം എന്ന് പറയും. ആവർത്തന ദശാംശം ഇങ്ങനെ ആവർത്തിച്ച് പോകുന്ന സംഖ്യകളുടെ ഭിന്നക രൂപം ചോദിച്ചാൽ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം? നമ്മൾ ഉത്തരത്തിലേക്ക് മാത്രം പോവുകയാണ്. അതെങ്ങനെ ചെയ്യാം? ആദ്യം ഇത് എഴുതണം. ഈ 0 പോയിന്റ് എന്ന് കൊടുത്തിട്ട് ഏത് നമ്പർ ആവർത്തിക്കുന്നത്? 2 ആവർത്തിക്കുന്നതെന്ന് എഴുതി. 2 ആവർത്തിക്കുന്നത്. അതുകൊണ്ട് 2 എഴുതിയിട്ട് അതിൻ്റെ മേളിൽ ഇങ്ങനൊരു ബാർ കൊടുക്കണം. ഇതിൻ്റെ അർത്ഥം ഈ ബാറിൻ്റെ താഴെയുള്ള സംഖ്യ ആവർത്തിക്കുക എന്നാണ്. 0.2 ബാർ എന്ന് പറഞ്ഞ അർത്ഥം 0 പോയിന്റ് ഈ ബാറിൻ്റെ താഴെയുള്ള 2 ആവർത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് 0.5 ബാർ എന്നാണ് തരുന്നതെങ്കിൽ നിങ്ങൾ പറയേണ്ടത് എന്താ? 0.555 എന്ന് പറഞ്ഞാൽ അത് ആവർത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഈ ബാറിൻ്റെ താഴെയുള്ള സംഖ്യ ആവർത്തിക്കണം. എന്നാൽ പിന്നെ ഇതിനെ ഭിന്നക രൂപത്തിൽ മാർക്ക് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് ചോദിച്ചാലേ ഇങ്ങനെ പറയണം. ഈ ബാറിൻ്റെ താഴെയുള്ള നമ്പർ 2 എഴുതിയിട്ട് 2 കൊടുത്തിട്ട് ഈ ബാറിൻ്റെ താഴെ എത്ര നമ്പറുണ്ട്? ഒരു നമ്പരേ ഉള്ളു. അതുകൊണ്ട് താഴെ ഒരു 9 കൊടുക്കണം. താഴെ ഒരു 9 കൊടുക്കണം. ഒരു നമ്പരേ ഉള്ളത് കൊണ്ട് താഴെ ഒരു 9 കൊടുക്കണം. ഈ ബാറിൻ്റെ താഴെ 2 നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ താഴെ 2 9 കൊടുക്കണമായിരുന്നു. ഈ ബാറിൻ്റെ താഴെ 3 നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ താഴെ 3 9 കൊടുക്കണമായിരുന്നു. ഇവിടെ ബാറിൻ്റെ താഴെ ഒരു നമ്പരേ ഉള്ളു. സോ ആൻസർ ഇസ് ഈക്വൽ ടു 2/9 ആയിരിക്കും ഇതിൻ്റെ ഭിന്നക രൂപം. പിടികിട്ടിയോ? ഒരു എക്സാമ്പിളിലൂടെ ഞാനൊന്ന് പറഞ്ഞു തരാം. ഒന്ന് നോക്കിയേ. 0.545454 എക്സെട്ര എങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇങ്ങനെ പറയണം. 0.545454 ആവർത്തിക്കും. അതുകൊണ്ട് 0 ആവർത്തിക്കുന്ന 5 4 അതുകൊണ്ട് 5 ബാർ എന്ന് കൊടുക്കണം. 5 4 ആവർത്തിക്കുന്നത്. 5 4 ബാർ എന്ന് കൊടുത്താൽ അതിൻ്റെ ഭിന്നസംഖ്യാ രൂപം എന്ന് പറഞ്ഞാൽ 54 എഴുതണം. ബാറിൻ്റെ താഴെയുള്ള 54 എഴുതിയിട്ട് ബാറിൻ്റെ താഴെ 2 സംഖ്യ ഉള്ളത് കൊണ്ട് താഴെ എത്ര കൊടുക്കണം? 99 എന്ന് കൊടുക്കണം. 54/99. പിടികിട്ടിയേ? ഇങ്ങനെയായിരുന്നെങ്കിലോ 0.888 എക്സെട്ര ആയിരുന്നെങ്കിൽ എങ്ങനെ പറയും? 0.8 ആവർത്തിക്കുന്നുണ്ട് 8 ബാർ എന്ന് പറയും. എന്നിട്ട് പറയും 8 ഒരു നമ്പറേ ഉള്ളത് കൊണ്ട് താഴെ 8/9 എന്ന് പറയും. കിട്ടുമല്ലോ? അങ്ങനെയാണ്. ഇതോടെ ഒന്ന് പറ. 0.123 എക്സെട്ര ആയിരുന്നെങ്കിൽ എങ്ങനെ പറയും? 0 ആവർത്തിക്കുന്ന ഏതാ?
1, 2, 3. പിന്നെ അത് തന്നെയല്ലേ, അതുകൊണ്ട് ഇങ്ങനെ പറയും 0.1234 ബാർ എന്ന് പറയും. എന്നിട്ട് പറയും ബാറിൻ്റെ താഴെ 123/3 നമ്പർ ആകുമ്പോൾ താഴെ 999 39 കൊടുക്കും. ഇതാണ് അതിൻ്റെ ഭിന്നസംഖ്യാരൂപം. പിടികിട്ടിയോ? ഇത്രയുള്ള ഇതിൻ്റെ ഭിന്നസംഖ്യാരൂപം ആവർത്തിക്കുന്ന 2 ബാർ 2 എഴുതണം. താഴെ ഒരു നമ്പറേ ഉള്ളൂ, അതുകൊണ്ട് 9 കൊടുക്കണം. ആൻസർ ഇസ് ഈക്വൽ ടു 2/9 ആണ് ഉത്തരം. ഇതാണ് ആവർത്തന ഭിന്നസംഖ്യാരൂപത്തിൻ്റെ ദശാംശ സംഖ്യാരൂപത്തിൻ്റെ കണക്കുകൾ ചെയ്യേണ്ട ഇങ്ങനെയാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 28ാമത്തെ ചോദ്യം. ഇതിനകത്ത് ഏറ്റവും ചെറുത് ഏത്? ഒരു 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും ചെറുത്. അതിനു മുമ്പ് ഒരു കാര്യം ഇവിടെ ഒന്ന് പറയട്ടെ. നമ്മൾ ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ പലരും അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ പല ഉദ്യോഗാർത്ഥികളും ഈ ക്വസ്റ്റ്യൻസിനകത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂടെ ഒന്ന് ഉൾപ്പെടുത്തണമെന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾ അറിയേണ്ട ഇതാണ്, നമ്മൾ ഈ ചെയ്യുന്നതിനകത്ത് ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്. നമ്മളൊരു 10 കണക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് 8 കണക്കും പ്രീവിയസ് ക്വസ്റ്റ്യൻസാണ്. ഞാനത് ഏത് പ്രീവിയസ് എക്സാമിൻ്റെ എന്ന് പറയുന്നില്ലെന്നേ ഉള്ളൂ. അത് ഇന്ന പ്രീവിയസ് എക്സാമിന് ചോദിച്ചു, ഇന്നതിന് ചോദിച്ചു എന്നില്ലെന്ന് ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസിനകത്ത് ഭൂരിഭാഗവും ഒരു 80% ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്യുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണെന്ന് മനസ്സിലാക്കി നിങ്ങൾ ഈ ക്ലാസ് കണ്ടിന്യൂ ചെയ്യണം. കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻസ് കൂടുതലും ഉൾപ്പെടുത്തി ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. 4 നമ്പേഴ്സ്, 4 ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് ഓപ്ഷൻ 0.5 0.5 ഗുണിക്കാനാണ്. ഇതിനകത്ത് ഏറ്റവും ചെറുതാണ് അല്ലേ? നമുക്ക് എല്ലാത്തിൻ്റെ വില എങ്ങനെ എഴുതാം? ഫസ്റ്റ് 0.5 × 0.5 എന്ന് പറഞ്ഞാൽ 5നെ കൊണ്ട് 5 ഗുണിച്ചാൽ 25 എന്ന് കിട്ടും. ഇവിടെ ഒരു സ്ഥാനം, ഇവിടെ ഒരു സ്ഥാനമാകുമ്പോൾ മൊത്തം 2 സ്ഥാനമാകുമ്പം 2 സ്ഥാനമാകുമ്പോൾ 0.25 2 സ്ഥാനം ഉണ്ടല്ലോ, 1 2 2 സ്ഥാനം. ശരി, അടുത്ത 25/100. 25/100 എന്ന് പറഞ്ഞാൽ 25 എഴുതി വെച്ചിട്ട് ഒരു സംഖ്യയെ 100 കൊണ്ട് ഹരിക്കുന്നതിന് പകരം 2 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കുമ്പോൾ 0.25 അത് തന്നെ കിട്ടും. ഒരു കാര്യം മനസ്സിലായി, ഇത് രണ്ടും സെയിം ആണെന്ന് മനസ്സിലായി. ഇതിൻ്റെ ചെറുതും വലുതുമല്ല, 2 സെയിം ആണ്. അതവിടെ നിൽക്കട്ടെ. അന്നേരം ഇതോ ചിലപ്പോൾ ഉത്തരമായിട്ട് വരാം. കാരണം ഈ 2 ഉത്തരമായിട്ട് വരത്തില്ലല്ലോ, ഏറ്റവും ചെറുതല്ലേ ചോദിച്ചേ. അന്നേരം ഇതിലോട്ട് പോയാൽ മതി. 5/100 ഡിവൈഡഡ് ബൈ 10/5 എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ 10/5 എന്ന് പറഞ്ഞാൽ ഭിന്നസംഖ്യയെ ഹരിക്കുമല്ലേ. ഭിന്നസംഖ്യകളെ ഹരിക്കുന്നതിന് പകരം റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കണം, തിരിച്ചിട്ട് ഗുണിക്കണം. എന്ന് വെച്ചാൽ ആദ്യമുള്ള 5/100 അതുപോലെ എഴുതിയിട്ട് ഈ ഹരണത്തിന് പകരം സൈൻ ഇൻറ്റു ആക്കണം. ഇൻറ്റു ആക്കി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിടണം. തിരിച്ചിടുമ്പോൾ 10/5 തിരിച്ചിട്ടാൽ അതിനെ 5/10 എന്ന് പറയണം. അങ്ങനെ എഴുതുമ്പം ബാക്കി മുകളിലുള്ള എത്ര? 5 × 5 എന്ന് പറഞ്ഞാൽ 25 താഴെ 100 × 10 = 1000 എന്ന് കിട്ടും. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പോടെ നമുക്കങ്ങ് പറയാം. എത്ര ആയിരിക്കും? 25 അല്ലേ? അത് ഇങ്ങനെ എഴുതി വെച്ചേക്കാം. 25 ഡിവൈഡഡ് ബൈ 1000 എന്നല്ലേ കിട്ടിയേ. ഞാൻ ഇങ്ങോട്ടൊന്ന് എഴുതുകയാണ്. അതാ 25നെ 1000 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ അത് 25 എഴുതണം. 1000 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര 0? 3 0. അതുകൊണ്ട് 3 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കുമ്പം 1 2 3 സ്ഥാനമാകുമ്പോൾ ഇങ്ങനെ കിട്ടും. 0.025 എന്ന് കിട്ടും. 0.025 കിട്ടിയല്ലോ. ഇതുകൂടെ അങ്ങ് പറയാം. 5/1000 × 5/10 എന്ന് പറഞ്ഞാൽ മുകളിൽ 5നെ കൊണ്ട് 5 ഗുണിച്ചാൽ 25. ഭിന്നസംഖ്യ ഗുണിക്കുക എന്ന് പറഞ്ഞാൽ മേളിൽ ഗുണിക്കുക താഴെയും ഗുണിക്കുക, അത്രയേ ഉള്ളൂ. മേളിൽ ഗുണിക്കുക താഴെയും ഗുണിക്കുക. മേളിൽ ഗുണിക്കുമ്പോൾ 5 × 5 എന്ന് പറഞ്ഞാൽ 25. താഴെ ഗുണിക്കുമ്പോൾ 1000 × 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10000 എന്ന് കിട്ടും. സോ ആൻസർ ഇസ് ഈക്വൽ ടു 25 എഴുതിയിട്ട് താഴെ എത്ര സ്ഥാനം? 1 2 3 4 0. 4 0 ആകുമ്പോൾ 4 സ്ഥാനം മാറ്റി പോയിന്റ്. 1 2 3 4 സ്ഥാനം മാറ്റി പോയിന്റ് അതും കൊടുത്തു വെച്ചു. ഇനി എന്തോ ചോദ്യം? ഏറ്റവും ചെറുത് ചോദിച്ചാൽ ഇവിടെ എത്ര? പോയിന്റ് കഴിഞ്ഞിട്ട് 2 5. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 5. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 0. എന്നാൽ ഇതാ ചെറുത്. ഇതിനെക്കാട്ട് ചെറുത് പോയിന്റ് കഴിഞ്ഞ് ഇവിടെ 2 ഉണ്ട്, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 0 ഉള്ളു. ശരിയല്ലേ? ഇതിനെക്കാട്ട് ചെറുത് ഇതാ. അന്നേരം ഇത് രണ്ടും വലുതാണെന്ന് മനസ്സിലായി. ഒരു ഉത്തരം ഇതല്ലെങ്കിൽ ഇതായിരിക്കും. ഇത് പോയിന്റ് കഴിഞ്ഞ് 0.25. ഇത് പോയിന്റ് കഴിഞ്ഞ് 0.025. അന്നേരം ഇതിനെക്കാട്ട് ഇത് പോയിന്റ് കഴിഞ്ഞ് 0, ഇവിടെയും പോയിന്റ് കഴിഞ്ഞ് 0 പക്ഷേ ഇത് 0 കഴിഞ്ഞിട്ട് പിന്നെ 2 വന്നത്. അന്നേരം വലുതാണ്. പക്ഷേ ഇത് വീണ്ടും ഇവിടെ 0 അല്ലേ വന്നേ. അന്നേരം എങ്ങനെ നോക്കണം? ഓരോ സ്ഥാനം നോക്കണം. ഇവിടെ 0, ഇവിടെയും 0. ഓക്കെ, പക്ഷെ ഇവിടെ 2 വന്നപ്പോൾ അത് വലുതായി. ഇവിടെയും വന്നത് 0 ആയതുകൊണ്ട് ഇത് ചെറുതായി. സോ ഏറ്റവും ചെറുതെന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. ഓപ്ഷൻ ഡി ആയിരിക്കും ഈ കണക്കിൻ്റെ ഉത്തരം. ക്ലിയർ? അടുത്ത കണക്കിലേക്ക് പോവാം. അടുത്ത ചോദ്യം പിന്നീട് സാധ്യതയുള്ള മറ്റൊരു ടോപ്പിക്കാണ് ടൈം ആൻഡ് വർക്ക്. ഒരു ജോലി 10 ദിവസങ്ങൾ കൊണ്ടും
ബി അതേ ജോലി 15 ദിവസങ്ങൾ കൊണ്ടും ചെയ്തു തീർക്കും. എന്നാൽ രണ്ടുപേരും ഒരുമിച്ച് ചെയ്താൽ ഈ ജോലി തീർക്കാൻ എത്ര ദിവസം? അല്ലേ? ഓക്കെ, നമുക്കിതിങ്ങനെ കുറിച്ച് വെക്കണം. എ എന്ന് പറഞ്ഞ ആൾക്ക് ഒരു ജോലി തീർക്കാൻ 10 ദിവസം വേണം. ബി എന്ന് പറഞ്ഞ ആൾക്ക് അതേ ജോലി തീർക്കാൻ 15 ദിവസം വേണം. എന്നാൽ രണ്ടുപേരും ഒരുമിച്ചാൽ ഈ ജോലി തീർക്കാൻ എത്ര ദിവസം എന്ന് ചോദിച്ചാൽ വളരെ വേഗത്തിൽ ചെയ്യാം. എഫിഷ്യൻസിയൊക്കെ പറഞ്ഞ് ചെയ്യാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ പഠിക്കണം. ആദ്യത്തെ ആൾക്ക് വേണ്ടത് എ എന്നും രണ്ടാമത്തെ ആൾക്ക് വേണ്ടത് ബി ആയതുകൊണ്ട് ഒരുമിച്ചാൽ ആദ്യത്തെ ആൾക്ക് വേണ്ട ദിവസങ്ങളുടെ എണ്ണത്തിന് എ എന്ന് കൊടുക്കണം. രണ്ടാമത്തെ ആൾക്ക് വേണ്ട ദിവസങ്ങളുടെ എണ്ണത്തിന് ബി എന്ന് കൊടുത്താൽ വർക്ക് ടുഗദർ ഒരുമിച്ചാൽ വേണ്ട ദിവസങ്ങളുടെ എണ്ണത്തിൻ്റെ ഇക്വേഷനെ നിങ്ങൾ എ ബി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി എന്ന് പഠിച്ചാൽ മതി. ഒരുമിക്കുമ്പോൾ താഴെ രണ്ടുപേരോട് ഒരുമിക്കുമ്പോൾ താഴെ പ്ലസ് കൊടുക്കണം. എ ബി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി. ആദ്യത്തെ ആൾക്ക് വേണ്ട ദിവസങ്ങളുടെ എണ്ണത്തിന് എ എന്നും രണ്ടാമത്തെ ആൾക്ക് വേണ്ട ദിവസങ്ങളുടെ എണ്ണത്തിന് ബി എന്നും കൊടുത്താൽ ഒരുമിച്ചാൽ വേണ്ട രണ്ടുപേരോട് ഒരുമിച്ച് ചെയ്താൽ വേണ്ട ദിവസങ്ങളുടെ എണ്ണത്തിൻ്റെ ഇക്വേഷനാണ് എ ബി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി. എ ബി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എയുടെയും ബിയുടെയും വില പറ. എയുടെ വില എത്ര? 10. എ ഇൻറ്റു ബിയുടെ വില എത്ര? 15. 10 ഇൻറ്റു 15 ബൈ താഴെ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 10 പ്ലസ് 15 ആണ്. പ്ലസ് അങ്ങ് മാറ്റണം. ഇൻറ്റു ഒരിക്കലും മാറ്റരുത്. ഇൻറ്റു അങ്ങനെ തന്നെ ഇട്ടേക്കണം. കാരണം നമുക്ക് വെട്ടിക്രിയ തന്നെ പഠിക്കണം. ഇവിടെ മുകളിൽ ഇങ്ങനെ 10 ഇൻറ്റു 15 ബൈ താഴെ പ്ലസ് ചെയ്യുമ്പോൾ 15ൻ്റെ കൂടെ 10 കൂട്ടിയാൽ 25 എന്ന് കിട്ടും. സോ മുകളിൽ 15ഉം താഴെ 25ഉം 5 കൊണ്ട് വെട്ടണം. 15 5 3 25 5 5 എണ്ണം. ഇനി മുകളിൽ 10ഉം താഴെ 5ഉം 5-നകത്ത് 5 ഒരെണ്ണം 10-നകത്ത് 5 രണ്ടെണ്ണം. സോ 2 ഇൻറ്റു 3 = 6 ദിവസമായിരിക്കും രണ്ടുപേരുടെ ഒരുമിച്ച് ചെയ്യേണ്ട ദിവസങ്ങളുടെ എണ്ണം. അതുകൊണ്ട് ഈ കണക്കിൻ്റെ ഉത്തരം 6 ദിവസമാണ്. ടൈം ആൻഡ് വർക്കിനകത്ത് ആദ്യമൊക്കെ നമ്മൾ പഠിക്കുന്ന ഒരു ടൈപ്പിലെ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ സ്ഥിരം ചോദ്യങ്ങളിൽ ഒന്നായതുകൊണ്ടാണ് ഈ കണക്ക് തന്നെ ഉൾപ്പെടുത്തിയത്. ക്ലിയർ? ടൈം ആൻഡ് വർക്കിലെ അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ 30ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 8 ആളുകൾ 15 ദിവസങ്ങൾ കൊണ്ട് ചെയ്യുന്ന ഒരു ജോലി 12 ദിവസങ്ങൾ കൊണ്ട് തീർക്കാൻ എത്ര പേർ കൂടുതൽ വേണം? എത്ര ആളുകൾ കൂടുതൽ വേണം? ഓക്കെ, അതിലേക്ക് വരാം. ഇവിടെ 8 ആളുകളെന്ന് പറയുമ്പം നിങ്ങൾ മെന്നെന്ന് മാർക്ക് ചെയ്യണം. ആളിൻ്റെ എണ്ണം മെന്നെന്ന് മാർക്ക് ചെയ്യണം. 15 ദിവസങ്ങളെന്ന് പറയുമ്പം നിങ്ങളതിന് ഡേ എന്ന് മാർക്ക് ചെയ്യണം. ദിവസങ്ങളുടെ എണ്ണം ഡേ എന്ന് മാർക്ക് ചെയ്യണം. ഇനി പറയണം മെന്നിൻ്റെ സ്ഥാനത്ത് താഴെ എത്ര? 8 ആളുകൾ എത്ര ദിവസങ്ങൾ കൊണ്ട്? 15 ദിവസങ്ങൾ കൊണ്ട്. അങ്ങനെ എഴുതി വെക്കണം. 8 ആളുകൾ 15 ദിവസങ്ങൾ കൊണ്ട് ചെയ്യുന്ന ഒരു ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കണം? 12 ദിവസങ്ങൾ കൊണ്ട് തീർക്കണം. സോ ഡേയുടെ താഴെ 12 തീർക്കണമെങ്കിൽ എത്ര പേർ കൂടുതൽ വേണമെന്നല്ലേ ചോദിച്ചേ? അതവിടെ നിൽക്കട്ടെ. ആദ്യം പറയേണ്ടത് എത്ര പേർ കൂടുതൽ എന്നല്ല പറയണ്ടേ, എത്ര പേർ വേണമെന്ന് പറയണം. ഇങ്ങനെ പറയണം: 8 ആളുകൾ 15 ദിവസങ്ങൾ കൊണ്ട് ചെയ്യുന്ന ഒരു ജോലി 12 ദിവസങ്ങൾ കൊണ്ട് തീർക്കണമെങ്കിൽ എത്ര പേര് വേണം എന്ന് കണ്ടുപിടിക്കണം. എത്ര പേര് വേണം? അതിന് ടൈം ആൻഡ് വർക്കിനകത്ത് M1D1 = M2D2 എന്ന് പറയുന്ന ചെയിൻ റിയാക്ഷൻ്റെ ഒരു രീതിയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ പറയാം. പക്ഷെ അതൊന്നും വേണ്ട. ഇങ്ങനെ അങ്ങ് എഴുതി വെച്ചാലേ, ഇങ്ങനെ അങ്ങ് എഴുതി വെച്ചാൽ എന്ന് വെച്ചാൽ മെന്നെന്നും ഡേ എന്ന് എഴുതി വെച്ചാൽ നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി. മേളെ ഗുണിക്കുക, താഴെ ഹരിക്കുക, അത്രയുണ്ട്. മേളെ ഗുണിക്കുക, താഴെ ഹരിക്കുക. 8 ആളുകൾ 15 ദിവസങ്ങൾ കൊണ്ട് ചെയ്യുന്ന ജോലി 12 ദിവസങ്ങൾ കൊണ്ട് തീർക്കാൻ എത്ര പേര് വേണമെന്ന് ചോദിച്ചാൽ മെന്നും ഡേയും ഉണ്ടെങ്കിൽ മുകളിലത്തെ മെന്നും ഡേയുടെ ഗുണിക്കുമ്പോൾ 8 ഇൻറ്റു 15 ബൈ താഴെയുള്ള നമ്പർ 12 അങ്ങോട്ട് ഇട്ടാൽ മതി. സിമ്പിൾ, അത്രയുണ്ട്. ഇനി വെട്ടിക്രിയ ചെയ്ത് പറ. 8നെയും 12നെയും 4 കൊണ്ട് വെട്ടാം. 8 4 2 12 4 3. സോ മുകളിൽ 15ഉം താഴെ 3. 3 3 ഒരു തവണ, 15 3 ആണെങ്കിൽ 5 തവണ, 2 5, 2 ഇൻറ്റു 5 10 കിട്ടി. 10 കിട്ടിയേ. ഇനി പറയണം 8 ആള് 15 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി 12 ദിവസം കൊണ്ട് തീർക്കണമെങ്കിൽ എത്ര പേര് വേണം? 10 പേര് വേണം. ഇനി പറ, ചോദ്യം എന്തുവാ? എത്ര പേര് വേണമെന്നല്ലല്ലോ ചോദിച്ചേ, എത്ര പേര് കൂടുതൽ വേണം? എത്ര പേര് കൂടുതൽ വേണം? ആദ്യമുള്ള എത്ര പേരാ? 8 പേരാ. ഇപ്പം ആ ജോലി, ആ 15 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി 12 ദിവസങ്ങൾ കൊണ്ട് തീർക്കണമെങ്കിൽ എത്ര പേര് വേണം? 10 പേര് വേണമെന്ന് വെച്ചാൽ 8 പേര് ചെയ്യേണ്ട ജോലി
12 ദിവസങ്ങൾ കൊണ്ട് തീർക്കണമെങ്കിൽ 10 പേര് വേണമെന്ന് വെച്ചാൽ 8 പേര് തീർക്കേണ്ട ജോലി 10 പേർക്ക് തീർക്കാൻ പറ്റണം എന്ന് വെച്ചാൽ 10 പേര് തീർക്കണം എന്ന് വെച്ചാൽ എത്ര പേര് കൂടി? 8 10 മാറുമ്പം 2 അല്ലേ കൂടിയേ. സോ കൂടുതൽ വേണ്ടത് എത്ര പേരായിരിക്കും? 2 പേര്. ഇത്രയേ ഉള്ളൂ. 8 പേരാണെങ്കിൽ 15 ദിവസത്തേക്കുള്ള ജോലി ഉണ്ടായിരുന്നു. അത് 12 ദിവസം കൊണ്ട് തീർക്കണമെങ്കിൽ 10 പേര് വേണം എന്ന് വെച്ചാൽ 8 പേര് വേണ്ട സ്ഥാനത്ത് 10 പേര് വേണം. അതുകൊണ്ട് എത്ര പേര് കൂടി? 2 പേര് കൂടി. അതുകൊണ്ട് നമ്മൾ പറയും എത്ര പേര് കൂടുതൽ വേണം? 2 പേർ കൂടുതൽ വേണം. സോ ആൻസർ ഇസ് ഈക്വൽ ടു 2 പേരായിരിക്കും. കൂടുതൽ വേണ്ടത് 2 പേര്, ആളുകൾ വേണ്ടതാണെങ്കിൽ 10 പേര്. ക്ലിയർ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ബ്ലഡ് റിലേഷൻ്റെ രക്തബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. എങ്ങനെയാണ്? ബിയുടെ ഭാര്യയാണ് പി, സിയുടെ ഭർത്താവാണ് ഡി, ഡിയുടെ മകനാണ് ബി, ആയാൽ പി എങ്ങനെ സിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ച എല്ലാവരും. എങ്ങനെ ചോദിച്ചേ? ബിയുടെ ഭാര്യയാണ് പി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ CPOയുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞല്ലോ റിലേഷൻസ് മാർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ്. നമ്മുടെ ജനറേഷനൊക്കെ നമ്മുടെ ഒപ്പം എഴുതുക, അച്ഛനും അമ്മയൊക്കെ ആണെങ്കിൽ മേളിൽ എഴുതുക, മക്കളാണെങ്കിൽ താഴെ എഴുതുക. അതുപോലെ ഞാനത് വരച്ച് ചെയ്യുകയാണ്. ഇങ്ങനെ മാർക്ക് ചെയ്യണം. ബിയുടെ ഭാര്യയാണ് പി എന്ന് പറയുമ്പം ബിയും പിയും ഒരുമിച്ച് എഴുതണം. ബിയുടെ ഭാര്യയാണ് പി. ഓക്കെ, ബിയുടെ ഭാര്യയല്ലേ പി? എന്നാൽ ഇവിടെ നിന്ന് കുറച്ച് വെച്ചേക്കുക. പി എന്ന് പറഞ്ഞാൽ ബിയുടെ ഭാര്യയാണ്. അന്നേരം ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവാണെന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കണം അല്ലേ? ബിയുടെ ഭാര്യയാണ് പി. ഓക്കെ ആണ്, ബിയുടെ ഭാര്യയാണ് പി, കുറച്ച് വെച്ചു. അടുത്ത എന്താ? സിയുടെ ഭർത്താവാണ് ഡി. സിയുടെ ഭർത്താവാണ് ഡി എന്ന് പറഞ്ഞാൽ ബിക്കും പിക്കും സിയുമായിട്ട് ബന്ധമില്ലല്ലോ. എന്നാൽ ഈ സെൻറ്റൻസ് ഇപ്പം മാർക്ക് ചെയ്യരുത്, അത് പിന്നെ മാർക്ക് ചെയ്യണം. ആദ്യം ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ആരെയൊക്കെ മാർക്ക് ചെയ്തേ? ബിയും പി അല്ലേ മാർക്ക് ചെയ്തേ. അതുകൊണ്ട് ബിയും പിയുമായിട്ടുള്ള ബന്ധങ്ങൾ മാത്രമേ നോക്കാവൂ. സിയുടെ ഭർത്താവാണ് ഡി എന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം, അതവിടെ നിൽക്കട്ടെ. അടുത്ത എന്താ? ഡിയുടെ മകനാണ് ബി. ഡിയുടെ മകനാണ് ബി എന്ന് പറഞ്ഞാൽ ഇതാ ബി. ബി എന്ന് പറഞ്ഞാൽ ആരാ? ഡിയുടെ മകനാണ്. അന്നേരം ഡിയുടെ മകനാകുമ്പം ഡിയെ മാർക്ക് ചെയ്യേണ്ട മുകളിലല്ലേ മാർക്ക് ചെയ്യണ്ടേ? ഇങ്ങനെ ഡിയുടെ മകനാണ് ബി. അത് മനസ്സിലായി. ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഡിയുടെ മോനാണ് ആരെന്ന് പറയുന്നത്? ബി എന്ന് പറയുന്നത്. ആ ബിയുടെ ഭാര്യയാണ് ആരെന്ന് പറയുന്നത്? പി എന്ന് പറയുന്നത്. ശരിയല്ലേ? ഇത് ഡിയുടെ മോൻ, ഇത് മോൻ്റെ ഭാര്യ. ക്ലിയർ ആണേ? ഇനി നമ്മൾ ആ വിട്ട പോയിന്റിലേക്ക് തിരിച്ചു വരാം. എന്താ പറഞ്ഞ്? സിയുടെ ഭർത്താവാണ് ഡി. സിയുടെ ഭർത്താവാണ് ഡി എന്ന് പറഞ്ഞാൽ സിയും ഡി മാർക്ക് ചെയ്യേണ്ട ഒരുമിച്ചല്ലേ മാർക്ക് ചെയ്യണ്ടേ? എങ്ങനെ പറഞ്ഞ്? സിയുടെ ഭർത്താവാണ് ഡി എന്ന് പറഞ്ഞാൽ ഡി ആണ് ഭർത്താവ്. ശരിയല്ലേ? സി ഡി ഭർത്താവാണെന്നുണ്ടെങ്കിൽ ഭാര്യ എന്ന് പറഞ്ഞാൽ സി ആണ് ഭാര്യ. ഓക്കെ ആണേ? അപ്പം ഇപ്പം ഇത്ര മനസ്സിലാക്കാം. ഇത് അച്ഛനും അമ്മയാണ്, ബിയുടെ അച്ഛനും അമ്മയാണ്. ഡി എന്ന് പറയുന്നത് ബിയുടെ അച്ഛനാണ്, സി എന്ന് പറയുന്നത് ബിയുടെ അമ്മയാണ്. ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയല്ലേ? എങ്ങനെയാണ്? ബിയുടെ അച്ഛനും അമ്മയാണ് ഇത്. ആ ഇവരുടെ അല്ലെങ്കിൽ തിരിച്ചിങ്ങനെ പറഞ്ഞാൽ ഡിയുടെയും സിയുടെയും മോനാണിത്. ഇതാണെങ്കിൽ മോൻ്റെ ഭാര്യയാണ്. പി എന്ന് പറഞ്ഞാൽ മോൻ്റെ ഭാര്യയാണ്. ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ആയാൽ പി എങ്ങനെ സിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ പിക്ക് സിയുമായിട്ടുള്ള ബന്ധം എന്ന് ചോദിച്ചാൽ ഇത് പിയുടെ ഭർത്താവാണ് ബി. ഇത് ഭർത്താവിൻ്റെ അച്ഛൻ. സി എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ അമ്മ. ശരിയല്ലേ? അന്നേരം പിക്ക് ആരുമായിട്ടുള്ള ബന്ധമോ? സിയുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ. സി എന്ന് പറഞ്ഞാൽ ഭാര്യയാകുമ്പോൾ അമ്മയല്ലേ? എങ്ങനെ പറയണം? ഭർത്താവിൻ്റെ അമ്മയാണ്. ഭർത്താവിൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ പിയുടെ ഭർത്താവിൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ ആരാണ്? അമ്മായി അമ്മയാണ്. പിയുടെ അമ്മായി അമ്മയായിരിക്കും ആരെന്ന് പറയുന്നത്? സി എന്ന് പറയുന്നത്. അന്നേരം ഇങ്ങനൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ആ ഓപ്ഷനായിരിക്കും ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം. ഇത് 2022 നടന്ന എസ്ഐയുടെ എക്സാമിൻ്റെ മെയിൻസിൻ്റെ എക്സാമിൻ്റെ ചോദ്യത്തിൽ ഒന്നാണ്. ബ്ലഡ് റിലേഷൻ്റെ ഒരു കണക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ക്വസ്റ്റ്യൻ അങ്ങ് ഉൾപ്പെടുത്തിയതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ചോദ്യം ശരാശരിയുമായിട്ട് ബന്ധപ്പെട്ട ആവറേജുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ആ കണക്കിലേക്ക് പോവാം. 15ൻ്റെ ആദ്യത്തെ 11 ഗുണിതങ്ങളുടെ ശരാശരി എത്ര? ഓക്കെ, അന്നേരം നോക്കണം, നമ്പർ നോക്കണം. നമ്പർ ഏതാ? 15ൻ്റെ അല്ലേ? നമ്പർ അങ്ങ് എഴുതി വെച്ചേക്കുക. നിങ്ങൾ ആദ്യം ഇത്ര എഴുതി വെച്ചേക്കുക. നമ്പർ ഏതാ? 15 അല്ലേ? ഇങ്ങനെ 15 എഴുതി വെച്ചു. 15ൻ്റെ ആദ്യത്തെ എത്ര ഗുണിതങ്ങളുടെ? 11 ഗുണിതങ്ങളുടെ അല്ലേ? അന്നേരം ഈ 11 ഗുണിതം എന്നുള്ളത് മാറ്റി ഒന്ന് എഴുതി വെച്ചേക്കണം. എത്ര ഗുണിതമായാലും നമുക്ക് മാറ്റി വെച്ചേക്കണം. 15ൻ്റെ ആദ്യത്തെ 11 ഗുണിതങ്ങളുടെ ശരാശരിയെ ചോദിച്ചേ. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം പഠിച്ചു വെച്ചേക്കണം, അതെപ്പോഴും ശരാശരിക്കകത്ത് അറിഞ്ഞിരിക്കണം. ശരാശരി എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താ? ശരാശരി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്ത് തന്നെയായിരിക്കും? മിഡിൽ നമ്പർ ആയിരിക്കും. നിങ്ങൾക്കറിയാം, ശരാശരി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്ത് തന്നെയായിരിക്കണം? മിഡിൽ നമ്പർ ആയിരിക്കണം. ശരാശരി വരേണ്ട എപ്പോഴും അതിൻ്റെ നടുക്കായിരിക്കണം, മിഡിൽ നമ്പർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആകെ എത്ര ഗുണിതമുണ്ട്? 11 ഗുണിതമുണ്ടെങ്കിൽ അതിൻ്റെ മിഡിലിൽ വരേണ്ടത് എത്രാമത്തെ ഗുണിതം എന്ന് പറയണം. ആകെ എത്ര ഗുണിതമുണ്ട്? 11 ഗുണിതമുണ്ട്.
നേരെ മിഡിലിൽ വരേണ്ടത് എത്രാമത്തെ ഗുണിതം എന്ന് ചോദിച്ചാൽ നമ്മൾ ആ മിഡ് നമ്പർ കണ്ടുപിടിക്കണം. മിഡ് നമ്പർ കണ്ടുപിടിക്കാൻ നേരത്തെ തന്നെ നമ്മൾ അതിൻ്റെ രീതി പറഞ്ഞായിരുന്നു, ഈ ക്ലാസ്സിൽ തന്നെ പറഞ്ഞായിരുന്നു. മിഡ് നമ്പർ കാണുന്ന മാർഗം എന്താ? മിഡ് നമ്പർ ഇസ് ഈക്വൽ ടു n+1/2. n+1/2 മിഡ് നമ്പർ കാണുന്ന മാർഗം n+1/2 ആണെങ്കിൽ ഒന്ന് പറ, എന്നിന്റെ വില എത്ര? 11 ഗുണിതമാകുമ്പോൾ എന്നിന്റെ വില 11 + 1/2 അല്ലേ? സോ 11 + 1 ഇസ് ഈക്വൽ ടു 12/2. 12/2 ഇസ് ഈക്വൽ ടു ആറാമത്തെ ഗുണിതമാണ് അതിന്റെ മിഡ് നമ്പർ. ശരിയല്ലേ? 11 ഗുണിതമാകുമ്പം 11 ഗുണിതം ഇങ്ങനെ അങ്ങോട്ട് എഴുതുമ്പം 5 എണ്ണം ഇങ്ങോട്ടും പോവും, 5 എണ്ണം അങ്ങോട്ടും പോയി കഴിഞ്ഞാൽ നടുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ആറാമത്തെ എണ്ണം അല്ലേ? ആദ്യത്തെ 5 എണ്ണം ഇങ്ങോട്ട് പോവും, അവസാനത്തെ 5 എണ്ണം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നടുക്ക് വരുന്ന ആറാമത്തെ ആളാണ്. 11 പേരുണ്ടെങ്കിൽ നടുക്ക് നിൽക്കേണ്ട ആളെന്ന് പറഞ്ഞാൽ ആറാമത്തെ ആളാണ്. സോ നമുക്ക് മനസ്സിലായി ഏതാ മിഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ആറാമത്തെ ഗുണിതമാണെങ്കിൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ? ഇതിൻ്റെ 11 ഗുണിതങ്ങളുടെ ശരാശരി ചോദിച്ചാൽ നമ്പർ ഏതാ? 15 അല്ലേ? സോ ഇങ്ങനെ പറയണം, 15 ഇൻറ്റു ആ നമ്പർ 15 ആയതുകൊണ്ട് 15 ഇൻറ്റു നമ്പർ ഇപ്പം 10ൻ്റെ ആയിരുന്നെങ്കിൽ 10 ഇൻറ്റു 25ൻ്റെ ആയിരുന്നെങ്കിൽ 25 ഇൻറ്റു ആ നമ്പറിനെ കൊണ്ട് എല്ലായ്പ്പോഴും അതിൻ്റെ മിഡ് നമ്പറെ ഗുണിച്ച് വെച്ചാൽ മതി. മിഡിൽ വരുന്ന നമ്പർ ഗുണിച്ച് വെച്ചാൽ മതി. മിഡ് നമ്പർ എന്ന് പറഞ്ഞാൽ 11 ഗുണിതമാകുമ്പോൾ മിഡ് നമ്പർ എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ഗുണിതമാ? ആറാമത്തെ ഗുണിതം. അത് ഗുണിച്ച് വെച്ചാൽ മതി. സോ ആൻസർ ഇസ് ഈക്വൽ ടു 15 ഇൻറ്റു മിഡിൽ നമ്പർ എന്ന് പറഞ്ഞാൽ ആറാമത്തെ നമ്പറല്ലേ? 6th നമ്പറാ. ശരിയല്ലേ? അത് ഗുണിച്ച് വെക്കുമ്പോൾ 15 ഇൻറ്റു 6 ഇസ് ഈക്വൽ ടു 90 ഇതിൻ്റെ മിഡിൽ നമ്പർ. ആ നടുക്കത്തെ നമ്പർ ആയിരിക്കും, ആ 90 ആയിരിക്കും ഇതിൻ്റെ ശരാശരി. കാരണം മിഡിൽ നമ്പർ കിട്ടാൻ വേണ്ടി ആ മിഡിൽ നമ്പറിൻ്റെ പ്ലേസിനെ കൊണ്ട് ഗുണിക്കണം. ശരാശരി കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം 15ൻ്റെ ആകുമ്പോൾ 15 ഇൻറ്റു 11 ഗുണിതമാകുമ്പോൾ അതിൻ്റെ മിഡിൽ വരുന്ന എത്രാമത്തെ ആളാണ്? ആറാമത്തെ. 15 ഇൻറ്റു 6 ഇസ് ഈക്വൽ ടു 90 ഉത്തരം. ഇപ്പോൾ ഉദാഹരണത്തിന് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ പറയട്ടെ. മൂന്നിൻ്റെ ആദ്യത്തെ 5 ഗുണിതങ്ങളുടെ ശരാശരി ചോദിച്ചാൽ ഒന്ന് പറഞ്ഞേ. 3ൻ്റെ എന്ന് പറഞ്ഞാൽ ആദ്യം പറയേണ്ടത് 3 ഇൻറ്റു എന്ന് പറയണം. 3ൻ്റെ എന്ന് പറഞ്ഞാൽ ആദ്യം പറയേണ്ടത് 3 ഇൻറ്റു. ഇനി 5 ഗുണിതം എന്ന് പറയുമ്പോൾ മിഡിൻ്റെ പ്ലേസ് പറ. 5 ആകുമ്പോൾ മിഡ് എത്ര ആയിരിക്കും? ഒന്ന് ആലോചിച്ച് പറയാം. 5 ആകുമ്പോൾ 2 എണ്ണം ഇങ്ങോട്ടും 2 എണ്ണം ഇങ്ങോട്ടും ആകുമ്പോൾ നടുക്ക് വരുന്നത് 3ാമത്തെ നമ്പർ അല്ലേ? 3ാമത്തെ നമ്പർ ആയിരിക്കും. എന്നാലും നമുക്ക് എഴുതി വെക്കാം. ഇക്വേഷൻ എന്താ? n+1/2 ആണെങ്കിൽ എന്നിൻ്റെ വില എത്ര? 5 + 1/2 എന്ന് പറഞ്ഞാൽ 6/2 ഇസ് ഈക്വൽ ടു 3 അല്ലേ വരണ്ടേ? സോ മിഡ് നമ്പർ എന്ന് പറയുമ്പോൾ 5 ഗുണിതം ഉണ്ടെങ്കിൽ മിഡ് നമ്പർ എന്ന് പറഞ്ഞാൽ 3ാമത്തെ നമ്പർ ആയിരിക്കും, തേർഡ് നമ്പർ ആയിരിക്കും അല്ലേ? ആ തേർഡ് നമ്പർ കിട്ടാൻ വേണ്ടി ആദ്യമുള്ള ആ 3ൻ്റെ ആ 3 കൊണ്ട് ഇതിനെ ഗുണിച്ചാൽ 3 ഇൻറ്റു 3 ഇസ് ഈക്വൽ ടു 9 എന്ന് കിട്ടും. അതായിരിക്കും അതിൻ്റെ ശരാശരി. ഇങ്ങനെയാകുമ്പം പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഈ ഒരു മാർഗത്തിൽ പഠിക്കും. അല്ലെങ്കിൽ ഫസ്റ്റ് ഗുണിതവും ലാസ്റ്റ് ഗുണിതവും ഇവിടെ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ആവറേജ് എടുത്താലും മതി. അങ്ങനെയും ചെയ്യാൻ കേട്ടോ. എന്നാൽ മറ്റൊരു മാർഗം കൂടെ ഒന്ന് പറയാം. ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. ഇങ്ങനെയും വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. 15ൻ്റെ ആദ്യത്തെ 11 ഗുണിതങ്ങളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ 15ൻ്റെ ഫസ്റ്റ് ഗുണിതം 15 അല്ലേ? 15 എഴുതണം. 11ാമത്തെ ഗുണിതോടെ പറയണം. 11ാമത്തെ ഗുണിതം എന്ന് പറഞ്ഞാൽ 11 ഗുണം 15. 11 ഗുണം 15 എന്ന് പറഞ്ഞാൽ 165. ഫസ്റ്റും ലാസ്റ്റും എടുത്തിട്ട് അതിൻ്റെ ശരാശരി എടുത്താലും മതി. അതിൻ്റെ ശരാശരി എന്ന് പറഞ്ഞാൽ കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിക്കും. സോ 165നെ കൊണ്ട് 15 കൂട്ടുമ്പോൾ 180 കിട്ടും. 180/2 ഇസ് ഈക്വൽ ടു 90 കിട്ടും. ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഇതാകുമ്പോൾ ഒരു ഇച്ചിരി എളുപ്പത്തിൽ കിട്ടും. പക്ഷെ ഇതൊന്ന് പഠിച്ച് വെച്ചേക്കണം. ക്ലിയർ? എന്നാൽ അടുത്ത കണക്കിലേക്ക് പോവാം. എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ആവറേജിനകത്ത് തന്നെ മറ്റൊരു ചോദ്യമാണ്. നമുക്ക് ആ ചോദ്യം പറയുന്നതനുസരിച്ച് എഴുതി പോവാം. 4 സംഖ്യകളിൽ ആദ്യത്തെ 3 സംഖ്യകളുടെ ശരാശരി 16ഉം അവസാനത്തെ 3 സംഖ്യകളുടെ ശരാശരി 15ഉമാണ്. അവസാനത്തെ സംഖ്യ 18 ആയാൽ ആദ്യത്തെ സംഖ്യയാണ് ചോദ്യം അല്ലേ? അതിലേക്ക് വരാം. അതിനു മുമ്പ് വേണമെങ്കിൽ നമുക്കിതൊന്ന് നമ്പറായിട്ട് എഴുതിയൊക്കെ ചെയ്യാം. ഉദാഹരണത്തിന് 4 സംഖ്യകളെന്ന് പറയുമ്പം ആദ്യത്തെ നമ്പർ എയും, രണ്ടാമത്തെ നമ്പർ ബിയും, മൂന്നാമത്തെ നമ്പർ സിയും, 4ാമത്തെ നമ്പർ ഡി ആണെന്ന് വിചാരിച്ചു. ഇത്രയാണ് 4 നമ്പർ. എന്നാൽ എന്താ പറഞ്ഞ്? 4 സംഖ്യകളിൽ ആദ്യത്തെ 3 സംഖ്യകളുടെ ശരാശരി. ആദ്യത്തെ 3 സംഖ്യകളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ ശരാശരി കിട്ടുന്നത് എങ്ങനെ? ശരാശരി ഇസ് ഈക്വൽ ടു തുക ബൈ എണ്ണം അല്ലേ? എങ്ങനെയാണ്? ആവറേജ് ഇസ് ഈക്വൽ ടു ശരാശരി ഇസ് ഈക്വൽ ടു അതിൻ്റെ തുകയെ കൊണ്ട് ഈ എണ്ണം ഹരിക്കണം. അങ്ങനെയാണെങ്കിൽ ഒന്ന് പറ. ആദ്യത്തെ 3 സംഖ്യകളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3 സംഖ്യകളുടെ തുക ഏതൊക്കെയാണ്? എയും ബിയും സി ആകുമ്പോൾ അതിൻ്റെ തുക എന്ന് പറഞ്ഞാൽ a + b + c. തുക ഡിവൈഡഡ് ബൈ എണ്ണം. 3 സംഖ്യയാകുമ്പോൾ ഡിവൈഡഡ് ബൈ താഴെ 3 അല്ലേ? എങ്ങനെയല്ലേ? ആദ്യത്തെ 3 സംഖ്യകളുടെ ശരാശരി 16. ആദ്യത്തെ 3 സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എയും ബിയും സി ആകുമ്പം അതിൻ്റെ ശരാശരി എന്ന് പറഞ്ഞാൽ തുക ബൈ എണ്ണം. തുകയാകുമ്പോൾ a + b + c ബൈ എണ്ണം എന്ന് പറഞ്ഞാൽ 3 ഇസ് ഈക്വൽ ടു ആദ്യത്തെ 3 സംഖ്യകളുടെ ശരാശരി എത്ര? 16 എന്ന് കിട്ടും.
ഇതിൽ നിന്ന് നമ്മൾ പറയും അതുകൊണ്ട് എ പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു ബൈ 3 അപ്പുറം ചെല്ലുമ്പോൾ ഇൻറ്റു 3 ആകുമ്പം 16 ഇവിടെ 3 കിട്ടും. 16നെ കൊണ്ട് 3 ഗുണിച്ചാൽ 48 കിട്ടും. അങ്ങനെ ആദ്യത്തെ ഒരു പോയിന്റ് നമുക്ക് കിട്ടി. എയും ബിയും സിയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 48 കിട്ടും. അതവിടെ നിൽക്കട്ടെ. എന്നാൽ രണ്ടാമത്തെ പറയാം. അടുത്ത എന്താ പറഞ്ഞേ? അവസാനത്തെ 3 സംഖ്യകളുടെ ശരാശരി 15 ആണ്. അന്നേരം അവസാനത്തെ 3 സംഖ്യ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ബിയും സിയും ഡിയും. അന്നേരം അതിൻ്റെ ശരാശരി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3 എയും ബിയും സിയും, അവസാനത്തെ 3 ബിയും സിയും ഡിയും. അതിൻ്റെ ശരാശരി അവസാനത്തെ 3 സംഖ്യകളുടെ ശരാശരി 15. സോ അതിൻ്റെ ശരാശരി ആകുമ്പോൾ എങ്ങനെ? ബി പ്ലസ് സി പ്ലസ് ഡി ആകുമ്പോൾ തുക ബൈ എണ്ണം. അവസാനത്തെ 3 എണ്ണം 3 ഇസ് ഈക്വൽ ടു അവസാനത്തെ 3 സംഖ്യകളുടെ ശരാശരി എത്ര പറഞ്ഞേ? 15. സോ 15 എന്ന് മാർക്ക് ചെയ്തു. ഇനി എന്താ ചെയ്യണ്ടേ? ബൈ 3 അപ്പുറം ചെല്ലുമ്പോൾ ഇൻറ്റു 3 ആക്കണം. അന്നേരം ഇങ്ങനെ പറയണം, ബി പ്ലസ് സി പ്ലസ് ഡി ഇസ് ഈക്വൽ ടു 15 ഗുണം 3 ഇസ് ഈക്വൽ ടു 45 എന്ന് കിട്ടി. ഇപ്പം നമുക്കൊരു 2 ഇക്വേഷൻ്റെ ഫോം കിട്ടി. ഏതൊക്കെയാ? എയും ബിയും സിയും കൂടെ കൂട്ടി എത്ര കിട്ടും? 48 കിട്ടും. ബിയും സിയും ഡിയും കൂടെ കൂട്ടി എത്ര കിട്ടും? 45 കിട്ടും. അതവിടെ നിൽക്കട്ടെ. ഇനി എന്താ പറഞ്ഞേ? അവസാനത്തെ സംഖ്യ 18. അവസാനത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ ഡി അല്ലേ അവസാനത്തെ സംഖ്യ. സോ ഡി ഇസ് ഈക്വൽ ടു ഡിയുടെ വില എത്ര? 18. ഡിയുടെ വില 18 ആണെങ്കിൽ ഇതിനകത്ത് ഡി വരുന്നില്ല, ഇതിനകത്ത് ഡി ഉണ്ടല്ലോ. എന്നാൽ ഈ ഡിക്ക് വരെ നമുക്ക് ഡിയുടെ വില കൊടുക്കാം. ഒന്ന് പറഞ്ഞേ. ഇപ്പം നിങ്ങൾക്ക് കിട്ടിയെന്താ? ബി പ്ലസ് സി പ്ലസ് ഡി ഇസ് ഈക്വൽ ടു 45 എന്നല്ലേ കിട്ടിയേ. അതിനകത്ത് ഡിയുടെ വില എത്ര? 18. എന്നാൽ പിന്നെ ബി പ്ലസ് സി പ്ലസ് ഡിക്ക് വരും ഡിയുടെ വില 18 ഇസ് ഈക്വൽ ടു 45 അല്ലേ. എന്നാൽ ബാലൻസ് ഉള്ള ഏതൊക്കെയാ? ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു 45 അപ്പുറം ഉണ്ട്, പ്ലസ് 18 അപ്പുറം ചെല്ലുമ്പോൾ മൈനസ് 18 ആകുമ്പോൾ 45 18 കുറയ്ക്കണം. 45 18 കുറച്ച് കഴിഞ്ഞാൽ 27 കിട്ടും. ഇപ്പം എന്ത് കിട്ടി? ബിയും സിയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുമെന്ന് കിട്ടി? 27 കിട്ടുമെന്ന് മനസ്സിലായി. കിട്ടിയേ? ബി പ്ലസ് സി 27 കിട്ടി. ഇനി എന്തോ ചോദിച്ചേ? അയാൾ ആദ്യത്തെ സംഖ്യ എന്ന് വെച്ചാൽ എ അല്ലേ ചോദിച്ചേ. ഫസ്റ്റ് നമ്പർ എ ആണ്. എന്നാൽ പിന്നെ എ ഉൾപ്പെടുന്ന ഇക്വേഷൻ, ഫസ്റ്റ് ഇക്വേഷൻ എന്താ? എ പ്ലസ് ബി പ്ലസ് സി 48 അല്ലേ. ആ ഇക്വേഷൻ എഴുതാം. എ പ്ലസ് ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു എത്ര? 48. എയും ബിയും സിയും കൂടെ കൂട്ടിയാൽ 48 കിട്ടും. അതിനകത്ത് ഈ ബി പ്ലസ് സി അല്ലേ നമുക്ക് കിട്ടിയേ. ബി പ്ലസ് സി എത്ര? 27. സോ എ പ്ലസ് ഈ ബി പ്ലസ് സിയുടെ വില എത്ര? 27 ഇസ് ഈക്വൽ ടു 48 എന്ന് കിട്ടും. എന്നാൽ പിന്നെ എയുടെ വില എന്ന് പറയുന്നത് ഈ 48 അപ്പുറം ഉണ്ട്, പ്ലസ് 27 അപ്പുറം ചെല്ലുമ്പം മൈനസ് 27 എന്ന് കിട്ടും. 48 27 കുറയ്ക്കണം. എത്ര കിട്ടും? 8 7 കുറച്ചാൽ 1 കിട്ടും. 4 2 കുറച്ചാൽ 2 കിട്ടും. സോ എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും ആൻസർ? 21 ആയിരിക്കും ഈ കണക്കിൻ്റെ ഉത്തരം. ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ നോക്കി ചെയ്യണം, ശ്രദ്ധിച്ച് ചെയ്യണം. ഒരുപാട് കണക്കുകൾ നമുക്ക് പിന്നീട് ചെയ്യാം. ഇപ്പം ഇതൊന്ന് എക്സാമിന് വേണ്ടിയിട്ട് ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആവറേജിനകത്ത് ശരാശരിക്കകത്ത് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. എന്തോ ചോദ്യം? 5 പേരുടെ ശരാശരി തൂക്കം 45 കിലോഗ്രാം. ഇതിൽ നിന്നും 50 കിലോഗ്രാം തൂക്കമുള്ള ഒരാൾ പോയി, പകരം 40 കിലോഗ്രാം തൂക്കമുള്ള മറ്റൊരാൾ വന്നു. എന്നാൽ ഇപ്പോഴുള്ള ശരാശരിയാണ് ചോദിച്ചത് ഇല്ലേ. ശരാശരി വ്യത്യാസത്തിൻ്റെ കണക്കുകളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഞാൻ ആ പറഞ്ഞ CPOയുടെ എക്സാമിനകത്ത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ആ CPOയുടെ എക്സാമിൻ്റെ 50 ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്ന 50 ചോദ്യങ്ങളെന്ന് പറഞ്ഞ് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണണം. അത് കണ്ടിട്ട് ഇത് കാണാവൂ. എന്നാലേ എല്ലാ ക്വസ്റ്റ്യൻസും കിട്ടും. ഓക്കെ, എന്നാൽ ഞാനത് മാർക്ക് ചെയ്യണം. 5 പേരുടെ ശരാശരി തൂക്കം. എന്നാൽ ഇങ്ങനെ മാർക്ക് ചെയ്യണം. ഈ എണ്ണം എന്ന് പറഞ്ഞാൽ 5 പേരുടെ ശരാശരി തൂക്കം എന്ന് പറഞ്ഞാൽ ആവറേജ് ഇസ് ഈക്വൽ ടു 45. കിട്ടിയേ? എണ്ണം 5 ആണ്, ശരാശരി 45 ആണ്. അന്നേരം ഇവിടെ വെച്ച് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ തുക എത്രയെന്ന് കണ്ടുപിടിക്കണം. സം കണ്ടുപിടിക്കാൻ വേണ്ടി എണ്ണത്തിനെ കൊണ്ട് ശരാശരി ഗുണിക്കുമ്പം 5നെ കൊണ്ട് 45 ഗുണിക്കുമ്പം 45 × 5 എന്ന് പറഞ്ഞാൽ 225 എന്ന് കിട്ടും. ഇവിടെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പെട്ടെന്ന് ചെയ്യാം. എണ്ണം എത്ര പേരുണ്ട്? 5 പേര്. ശരാശരി എത്ര? 45. എന്നാൽ പിന്നെ ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ 5 × 45 ഇസ് ഈക്വൽ ടു 225 ഉണ്ട്. ഇനി എന്തോ പറഞ്ഞ്? ഇതിൽ നിന്നും 50 കിലോഗ്രാം തൂക്കമുള്ള ഒരാൾ പോയി. എന്നാൽ അതങ്ങ് പോട്ടെ. 50 കിലോഗ്രാം തൂക്കമുള്ള ഒരാൾ പോയെന്ന് പറഞ്ഞാൽ ഇപ്പം 225 ഉണ്ടല്ലോ. 50 കിലോ തൂക്കമുള്ള ഒരാൾ പോയിക്കുമ്പോൾ എങ്ങനെ? 225 50 അങ്ങ് കുറയ്ക്കണം അല്ലേ. 225 50 കുറച്ചാൽ എത്ര കിട്ടും? 175 കിട്ടും. ഓക്കെ, അന്നേരം അത് കഴിഞ്ഞല്ലോ. 50 കിലോഗ്രാം തൂക്കമുള്ള ഒരാൾ പോയി. ശരി, പിന്നെന്തു പറഞ്ഞ്? പകരം 40 കിലോഗ്രാം തൂക്കമുള്ള മറ്റൊരാൾ വന്നു. അന്നേരം ഇനി ഒരാൾ വരണം ഇല്ലേ. ഒരാൾ പോയിട്ട് ഒരാൾ വരുമ്പം എങ്ങനെയാ? പകരം വന്ന ആളുടെ ഇപ്പം 175 ഉള്ളേ. പകരം വന്നാൾക്ക് എത്ര ഉള്ളേ? 40. സോ പ്ലസ് 40 എന്ന് കൊടുക്കും. ഇസ് ഈക്വൽ ടു ഇവിടെ എത്ര ആയിരിക്കും? 5.
7+4 = 11ൻ്റെ 1 ഒന്നുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 2. ശരിയല്ലേ? ഒരു 50 കിലോഗ്രാം തൂക്കമുള്ള ഒരാൾ പോയി, പകരം 40 കിലോഗ്രാം തൂക്കമുള്ള മറ്റൊരാൾ വന്നു. അന്നേരം 50 പോവുകയും ചെയ്തു, എത്ര വരികയും ചെയ്തു? 40 വരികയും ചെയ്തു. അന്നേരം ഇപ്പം എത്ര സം കിട്ടിയേ? 215 കിട്ടിയേ? 215 കിട്ടി. എന്നാൽ ഇപ്പോഴത്തെ ശരാശരിയിൽ ചോദിച്ചേ, ശരാശരി കിട്ടാൻ വേണ്ടി ഇപ്പോഴത്തെ തുക 215 അല്ലേ? അതിനെ കൊണ്ട് എണ്ണം ഹരിച്ചാൽ പോരെ. എണ്ണം എത്ര പേരാ? ആദ്യം എത്ര പേരാ ഉള്ളത്? 5 പേരായിരുന്നു ഉള്ളത്. അതിൽ നിന്ന് ഒരാൾ പോയി, പകരം മറ്റൊരാൾ വന്നപ്പോൾ എണ്ണം മാറിയില്ലല്ലോ. ഒരാൾ പോയപ്പോൾ 4 ആയിട്ട് മാറി, പക്ഷേ പകരം മറ്റൊരാൾ വരുമ്പോൾ വീണ്ടും 5 ആയിട്ട് മാറി. സോ എണ്ണം = എത്ര തന്നെ? 5 തന്നെ. അങ്ങനെയാണെങ്കിൽ ശരാശരി = തുക ബൈ എണ്ണം. 215 ഇപ്പോഴത്തെ തുക. എണ്ണം എന്ന് പറഞ്ഞാൽ 5 തന്നെ. 215 കൊണ്ട് 5 ഹരിച്ച് പറയണം. 5-നകത്ത് 5 ആണെങ്കിൽ 1 തവണ, 21-നകത്ത് 5 ആണെങ്കിൽ 4 തവണ. 4 × 5 എന്ന് പറഞ്ഞാൽ 20 ബാലൻസ് 1 കൊടുത്താൽ ഇത് 15 ആയിട്ട് മാറും. 15-നകത്ത് 5 ആണെങ്കിൽ 3 തവണ. ആവറേജ് = 43 ആയിരിക്കും ഇപ്പോഴത്തെ ശരാശരി. ഇങ്ങനെ ചെയ്യണം. വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഇത്രയേ ഉള്ളൂ. 5 പേർക്ക് 45 ആകുമ്പോൾ ആകെ എത്ര? 225. ആര് പോയി? 50 പോയി. ദാണ്ടെ 50 പോയി. ആര് വന്നു? 40 വന്നു. ദാണ്ടെ 40 വന്നു. ഇപ്പം എത്രയായി? 215. ശരാശരി കിട്ടാൻ വേണ്ടി ആ തുകയെ കൊണ്ട് എണ്ണം ഹരിക്കണം. എണ്ണം എന്ന് പറഞ്ഞാൽ എത്ര പേരാ? ആദ്യമുള്ള 5 പേര് തന്നെയല്ലേ? ഒരാൾ പോയി, ഒരാൾ വരുമ്പോഴത്തേക്ക് എണ്ണം മാറിയില്ല. സോ 5 തന്നെ. 215 കൊണ്ട് 5 ഹരിച്ചപ്പോൾ ഉത്തരം 43 കിട്ടി. ഇതാണ് ഉത്തരം. ക്ലിയർ ആയേ? ഇന്ന് നമ്മൾ ഈ പറഞ്ഞ ആവറേജുമായിട്ട് ബന്ധപ്പെട്ട ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ ഒരു വീഡിയോ ഈ ഒരു ക്വസ്റ്റ്യനോടെ വെച്ച് ഞാൻ തീർക്കുകയാണ്. നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ട് വെച്ച് തീർക്കുകയാണ്. ബാക്കി പോർഷൻസ്, ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റാത്ത മറ്റ് പോർഷൻസ് കൂടെ ചേർത്ത് ഒരു ഫൈനൽ പാർട്ട് കൂടെ, ഒരു വീഡിയോ കൂടെ നിങ്ങളുടെ എക്സാമിന് മുമ്പ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ.